ഒക്കെ അറബിയിൽ ഗ്രാമറിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളുമാണ് ഇന്ന് വരുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിലക്ക് നല്ല കാര്യമാണത്. കാരണം ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇതുപോലുള്ളതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നൊരു പ്രത്യേകതയുണ്ട്. മുൻപ് നടന്നിരുന്ന പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളതിൽ ഇങ്ങനെ അഹമ്മദ് ഷൗക്കി ജനിച്ചത് ഈജിപ്തിലാണെന്ന് കാണാതെ പഠിച്ചു പോകുന്ന ഒരാൾക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറി അങ്ങനെ പുറമെ കൂടി വായിച്ച് കാണാതെ പഠിച്ചു പോയിട്ട് ആ മെമ്മറി പവർ വെച്ച് കണ്ടന്റുകൾ കൂടുതൽ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട വിഷയങ്ങൾ അറിയാത്തവർക്ക് പോലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി വളരെ പ്രധാനപ്പെട്ട രൂപത്തിലേക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇൻഷാ അള്ളാഹ് നഹ്വ് വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. കൂടുതൽ പറയുന്നില്ല, സമയം ഒരുപാട് വൈകുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാത്രം. നിങ്ങൾക്കറിയാലോ, ക്രാഷ് കോഴ്സ് ആകുമ്പോൾ ഡീപ്പായിട്ട് പറഞ്ഞ് എല്ലാം കവർ ചെയ്യാൻ കഴിയില്ല. എന്നാലും വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നു. ഇതാൽ നോക്കാം. ഫർഇയ്യായ ഇഅ്റാബിന്റെ അലാമത്തുകളെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പോവാറുള്ളത്. ഇത് ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ടും പിന്നെ പരമാവധി കവർ ചെയ്യുന്നതുകൊണ്ടും കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഓരോന്ന് കഴിയുമ്പോഴും ചോദ്യ സെഷൻ ഉണ്ടാകും. ആ ചോദ്യ സെഷനിൽ വരുന്ന 2-3 ചോദ്യങ്ങളെ ഉണ്ട് ഓരോന്ന് കഴിയുമ്പോൾ. അത് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കുകയും ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പം ഇഅ്റാബ് എന്ന് പറയുന്നതാണല്ലോ നഹ്വിന്റെ ഏറ്റവും ബേസ്. അതാണല്ലോ അടിസ്ഥാനം. ഇഅ്റാബ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നതും അല്ലെ ഗ്രാമറിന്റെ വശങ്ങൾ മനസ്സിലാക്കുന്നതുമെല്ലാം. അപ്പൊ ആ ഇഅ്റാബ് ചെയ്യുന്നത് 2 രൂപത്തിലുണ്ട്. ഒന്ന് അസ്ലി ആയിട്ടുള്ള ഇഅ്റാബ്, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലമ്മത്ത് കൊണ്ട് റഫ്, നസ്ബ്, ജർറ്, ജസ്മ്, ഈ 4 എണ്ണമാണ് ഇഅ്റാബ്. റഫ്, നസ്ബ്, ജർറ്, ജസ്മ് ഇവകൾക്കാണല്ലോ ഇഅ്റാബ് എന്ന് പറയുക. അതിന്റെ അലാമത്ത് എന്ത് എന്നതാണ് ചർച്ച. അലാമത്ത് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന അടയാളം എന്ത്. റഫിന് എന്താണ് കൊടുക്കുക, നസ്ബിന് എന്താണ് കൊടുക്കുക, ജസ്മിന് എന്താണ് കൊടുക്കുക, ജറിന് എന്താണ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിൽ അസ്ലിയായിട്ട് സാധാരണഗതിയിൽ വരുന്നത് ലമ്മത്താണ് റഫിന് വേണ്ടി കൊടുക്കുന്നത്, കെസ്റത്താണ് ജറിന് കൊടുക്കുന്നത്, ഫതഹത്താണ് നസ്ബിന് കൊടുക്കുന്നത്, സുക്കൂനാണ് ജസ്മിന് കൊടുക്കുന്നത്. ഇതിനാണ് അലാമാത്തുൽ ഇഅ്റാബിൽ അസ്ലിയ എന്ന് പറയാം. അത് നമുക്കറിയാവുന്നതാണ്, ഞാൻ ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇതിന് വ്യത്യാസപ്പെട്ടുകൊണ്ട് ലമ്മത്ത് കൊണ്ടാവില്ല റഫ്, മറ്റെന്തോ കൊണ്ടാവാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് വരുന്ന 7 കാര്യങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. അവകൾക്ക് മൊത്തത്തിലാണ് അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യ എന്ന് പറയുന്നത്. ആ 7 കാര്യങ്ങൾ ഏതാണെന്നും അതിന് ഏത് രൂപത്തിലാണ് ഇഅ്റാബുകൾ വരുക എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക്, കാരണം ഏത് ചോദ്യത്തിലും ഈ ഫർഇയ്യായ ഇഅ്റാബിന്റെ കണക്ഷനോട് കൂടിയാണ് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ 7 എണ്ണം ഏതാണെന്നാണ് പറയുന്നത്. അസ്മാഉൽ ഹംസ, മുസന്ന, ജംഉ മുദക്കർ സാലിം, ജമ്മുൽ മുഅന്നസ് സാലിം, അവസാനം മുഅത്തല്ലായ മുദാരിയായ ഫിഅല്, അഫ്ആലുൽ ഹംസ, മംനൂഉ മിനസ് സർഫ്. 7 എണ്ണം ഇതാണ്. 5 എണ്ണം ഇസ്മുകളിലും 2 എണ്ണം ഫിഅലുകളുടെ കൂട്ടത്തിലുമാണ്. നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹംസയും മുസന്നയും ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും മംനൂഉ മിനസ് സർഫും ഇസ്മുകളുടെ കൂട്ടത്തിലും, മുദാരി മുഅത്തല്ലായതും അഫ്ആൽ ഹംസയും ഫിഅലുകളുടെ കൂട്ടത്തിലും പെട്ടതാണ്. ഈ 7 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. ഇതിന്റെ ഇഅ്റാബുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ അറിയുകയും ചെയ്താൽ ഒരുപാട് പരീക്ഷകൾക്ക് ഉപകാരമാവും. ഇതിൽ മംനൂഉ മിനസ് സർഫ് അല്ലാത്ത ബാക്കിയെല്ലാം ഇന്ന് എന്തായാലും കവർ ചെയ്യണം. പറ്റുമെങ്കിൽ അത്, ഇല്ല എങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ മംനൂഉ മിനസ് സർഫും അദദ് മഅദൂദ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ കൂടി അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെ, നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അല്ല എങ്കിൽ അവസാനം ഓരോ സെഷൻ കഴിയുമ്പോൾ ടൈം തരാം, ആ സമയത്ത് മാത്രം നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്ന് അസ്മാഉൽ ഹംസയാണ്. അൽ അസ്മാഉൽ ഹംസ, അലിഫ് ലാം മീം അൽ അസ്മാഉൽ ഹംസ. 5 ഇസ്മുകൾ. അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മിന്റെ ജമ്മാണല്ലോ. 5 ഇസ്മുകളാണ് ഈ അസ്മാഉൽ ഹംസ എന്ന് പറയുന്നത്.
ഒന്ന് വോയിസ് കേൾക്കാണ്ടായാ പറയണം അതിന്റെ ഇടക്ക്. അപ്പൊ അസ്മാഉൽ ഹംസ എന്ന് പറയുന്നത് അതിന്റെ ഇറാബുമാണ് പറയാൻ പോകുന്നത്. 5 ഇസ്മുകളാണ്. അബ്, അഹ്, ഹമ്, ഫു, ദു. ഈ 5 ഇസ്മുകൾക്കാണ് അസ്മാഉൽ ഹംസ എന്ന് പറയുന്നത്. അബ്, അഹ്, ഹമ്, ഫു. ഫു എന്ന് പറയുന്നത് ഫമ് എന്നതിനെ മീമ് കളഞ്ഞുകൊണ്ട് വരുന്ന പ്രയോഗമാണ് ഫു. ദു എന്ന് പറയുന്ന ഈ 5 എണ്ണമാണ് അസ്മാഉൽ ഹംസ എന്നറിയപ്പെടുന്നത്. ഈ അസ്മാഉൽ ഹംസക്ക് സാധാരണ പോലെയുള്ള ഇറാബ് അല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്, ലമ്മത്ത് കൊണ്ടാണ് റഫ് നമ്മൾ പറഞ്ഞു അസ്ലിയായത്. എന്നാൽ അസ്മാഉൽ ഹംസക്ക് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്, നസ്ബ് അലിഫ് കൊണ്ടാണ്, ജർ യാ കൊണ്ടാണ്. ഇത് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം. വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്നുള്ളതാണ് അസ്മാഉൽ ഹംസയുടെ ഇറാബ്. അസ്മാഉൽ ഹംസ അബ്, അഹ്, ഹമ്, ഫു, ദു എന്നീ 5 എണ്ണമാണ്. ഉദാഹരണം പറഞ്ഞാൽ ജാ അബു മുഹമ്മദിൻ, റഅയ്തു അബാ മുഹമ്മദിൻ, ശകർതു ലി അബി മുഹമ്മദിൻ. അവിടെയൊക്കെ ജാഅയുടെ ഫായിലാണ് അബ്, റഅയ്തു എന്നതിന്റെ മഫ്ഊലാണ് അബ, ശകർതു എന്നതിന്റെ അതിനുശേഷം ലാമു വന്നു, ലി എന്നതിന്റെ മജ്റൂറാണ് അബി. അപ്പോ അബു എന്ന റഫിന്റെ സമയത്ത് വാവ് കൊണ്ട് റഫ് ചെയ്തു, അബ എന്നത് അലിഫ് കൊണ്ട് നസ്ബ് ചെയ്തു, അബി എന്നത് യാ കൊണ്ട് ജെറ് ചെയ്തു. അങ്ങനെ വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജെറും എന്നുള്ളതാണ് അസ്മാഉൽ ഹംസയുടെ ഇറാബ്. ചിലത് നമുക്ക് എളുപ്പമായി തോന്നും, പക്ഷെ എന്താന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ അല്ലെ ഓപ്ഷനും കൂടി വരുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റുള്ള ഉദാഹരണങ്ങൾ കൊടുത്തു. ജാഅഹു മുഹമ്മദിൻ, റഅയ്തു ഫാക, ശകർതു ലി ഹമി മുഹമ്മദിൻ. ഏത് വന്നാലും ഇതേപോലെ തന്നെയാണ്. അത് പ്രത്യേകം വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, ഖുർആനിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. വല്ലാഹു എന്നത് മുബ്തദയാണ്, ദു എന്നതിന്റെ ഖബറാണ്. അപ്പൊ ഖബറിന്റെ റഫ് ആണ്. ദു എന്നത് മർഫൂഉൻ ബിൽ വാവി ലി അന്നഹു മിനൽ അസ്മാഇൽ ഖംസ. അത് അസ്മാഉൽ ഖംസയിൽ പെട്ടതുകൊണ്ട് വാവ് കൊണ്ടാണ് റഫ്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായിട്ട്, ഈ ഇറാബ്, ഈ പറയപ്പെട്ട അസ്മാഉൽ ഹംസക്ക് ഇറാബ് ചെയ്യുന്നതിന് ഒരു ഷർത്തുണ്ട്. ഇപ്പൊ എല്ലാ കാണുന്ന അബനും അഹനും ഒക്കെ ഈ പറയപ്പെട്ടതുപോലെ ഇറാബ് ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും തെറ്റിപ്പോകും. അബ്, അഹ് പോലെയുള്ള അസ്മാഉൽ ഹംസ 3 രൂപത്തിൽ വരാം. 3 രൂപത്തിൽ ഇവിടെ കാണുന്നുണ്ട്. അബ്, അബി, അബൂക. എന്താണ് പറയാം? ഒന്ന് ഇലാഫത്ത് ഇല്ലാത്ത രൂപത്തിൽ വന്നു അബ്. അബ് എന്ന് പറഞ്ഞാൽ ഇലാഫത്ത് വന്നിട്ടില്ല, ഒന്നിലേക്കും ഇലാഫത്ത് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് അബി, എന്റെ പിതാവ് എന്നർത്ഥമാണ്. മുത്തക്കല്ലിമിന്റെ യാ ആണ്, പറയുന്നവന്റെ ചേർത്തുന്ന യാ ആണ് അബി. ആ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു. മൂന്നാമത്തത് അബൂക്ക, നിന്റെ പിതാവ്. അത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക്. ഇനി അബൂക്ക എന്നാക്കാണ്ട് അബൂഹു എന്നാക്കാം, അല്ലെ അബൂക്കി എന്നാക്കാം, അബൂക്കും എന്നാക്കാം. അങ്ങനെ ഇലാഫത്ത് ചെയ്തു വരുന്നത്. ഇങ്ങനെ 3ആയിട്ട് തിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട മൂന്നാമത്തെ രൂപം, അതായത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെർ എന്ന ഇറാബുള്ളൂ. എങ്ങനെ? ഒന്നും കൂടി ഓർത്തു വെക്കുക. മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് വരണം. അപ്പോഴേ ഈ ഇറാബ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അബ്, അബി, അബൂക്ക എന്ന് പറയുന്ന ഒന്നാമത്തതിൽ മുത്തക്കല്ലി ഇലാഫത്തേ ഇല്ല, അവിടെയും ഈ പറയപ്പെട്ട ഇറാബ് ഇല്ല. രണ്ടാമത്തേൽ മുത്തക്കല്ലിമിന്റെ യാ ആണ്, അവിടെയും ഈ പറയപ്പെട്ട ഇറാബ് ഇല്ല. മൂന്നാമത്തെ അബൂക്ക പോലെയുള്ള, അബൂക്ക എന്ന് ഞാൻ ഉദാഹരണം കൊടുത്താൽ ഇനി കാഫ് അല്ല വേറെ ഏത് വന്നാലും ശരി, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ആണ് ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെർ എന്ന ഇറാബ് ഉണ്ടാവുക. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തോ? അതും കൂടി ഓർക്കണം. അങ്ങനെയും ചോദിക്കാലോ. ഒന്നാമത്തെ ഇലാഫത്തില്ലാത്ത സ്ഥലത്ത് സാധാരണ പോലെയുള്ള ലമ്മത്ത് കൊണ്ട് റഫ് എന്ന് പറയുന്ന അസുലിയായ ഇറാബ് തന്നെയാണ് അവിടെ. രണ്ടാമത്തെ സ്ഥലത്ത് അവിടെ മുഖദ്ദറത്തായ ഇറാബാണ്. ഇറാബ് ഉണ്ടാകും ലമ്മത്ത് കൊണ്ട് തന്നെയാണ്, പക്ഷെ മുഖദ്ദറാണ്. മുഴത്തല്ലായ ഫെയിലിനൊക്കെ വരുന്ന, മുഴത്തല്ലായതിനൊക്കെ വരുന്നത് പോലെ
റഫ് ആണെങ്കിലും നെസ്ബ് ആണെങ്കിലും ജർ ആണെങ്കിലും മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട്, മുഖദ്ദറത്തായ കസ്രത്ത് കൊണ്ട്, മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടുള്ളതായിരിക്കും മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നാൽ ഉണ്ടാവുക. അപ്പൊ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരുമ്പോഴാണ് ഈ പറയപ്പെട്ട ഇറാബ്. അതായത് 3 തരത്തിൽ തിരിച്ചു. ഒന്ന് ഇലാഫത്ത് ഇല്ലാത്തത്, അവിടെ ഇറാബ് സാധാരണ പോലെ. രണ്ടാമത്തത് മുത്തക്കല്ലിമന്റെ ആളിലേക്ക് ഇലാഫത്ത് ചെയ്തു വരുന്ന അബി എന്ന് പോലെ, അഹി എന്ന് പോലെയുള്ളത്, അവിടെ ഇറാബ് തക്ദീറിലാണ്. ഇപ്പൊ മക്സൂറക്കും മങ്കൂസൊക്കെ മുഖദ്ദറ ഇറാബ് പറയല്ലോ, അതുപോലെ മുഖദ്ദറത്തായത് കൊണ്ട് ഇറാബാണ്. മൂന്നാമത് പറഞ്ഞ മുത്തക്കല്ലിമന്റെ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെട്ട നിയമം ഉള്ളൂ. ഇതാണ് അസ്മാഉൽ ഹംസയും അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഷർത്തുകളും. അപ്പം എന്തെങ്കിലും പ്രധാന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഉദാഹരണം കൂടി പറഞ്ഞിട്ട്, ജാ അൽ അബു, ജാ അബി, ജാ അബുക, 3 ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് വാപ്പ വന്നു എന്നാണ്, ഒന്ന് എന്റെ വാപ്പ വന്നു എന്നാണ്, ഒന്ന് നിന്റെ വാപ്പ വന്നു എന്നാണ്. 3 സ്ഥലത്തും ഫായിലാണ് അബു എന്നത്. പക്ഷെ ഈ 3 അബു വന്നിട്ടുണ്ടെങ്കിലും കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് വിചാരിക്കാൻ പാടില്ല, നേരത്തെ പറഞ്ഞ പോലെ വാവ് കൊണ്ട് റഫ്ആന്ന് പറയരുത്. ഒന്നാമത്തെ അബിൽ ഇദാഫത്തില്ല, അവിടെ ഇറാബ് കൊടുത്തു നോക്കൂ, അർറഫു ബിൽ അമ്മത്തിൽ ലാഹിറ. രണ്ടാമത്തത് മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തു, അവിടെ ഇറാബ് അർറഫു ബിൽ അമ്മത്തിൽ മുഖദ്ദറ. മൂന്നാമത്തതിൽ മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു, അവിടെയാണ് അർറഫു ബിൽ വാവി എന്നുള്ളത്. ഇങ്ങനെ 3 തരത്തിൽ ഇതിനെ തിരിക്കുന്നതും ആ 3 സ്ഥലത്തിലുമുള്ള ഇറാബ് വ്യത്യാസവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മുമ്പ് പ്രധാനം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചോദിച്ചാലും ബഹളായി പോയതുകൊണ്ട് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം. അല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, മുഖദ്ദറത്ത് മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നാൽ മുഖദ്ദറത്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ചോദ്യത്തിന്റെ മനസ്സിലായി ആയിലേക്കല്ല എങ്കിൽ മുഖദ്ദറത്താണെന്ന് മനസ്സിലാക്കണമെന്ന്. ആണെങ്കിൽ മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് വന്നതെങ്കിൽ അത് മുഖദ്ദറത്താണ്. ഇനി ചോദ്യം നോക്കാം. ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. പെട്ടെന്ന് പോണേ, കാരണം കുറഞ്ഞ ചോദ്യങ്ങൾ അടുത്തതിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമത്തെ തന്നെയാണ് ദഹബ അഹു മുഹമ്മദിൻ. കാരണം മുഹമ്മദ് എന്ന മുലാഫിനിലേക്ക് അവിടെ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെട്ട അസ്മാഉൽ ഹംസക്ക് വാവ് കൊണ്ട് ഈ അലിഫോണ്ട് നസ്ബി എന്ന ഇറാബ് കിട്ടണം. ഇവിടെ ഫായിലായിട്ട് വന്നതുകൊണ്ട് അഹു എന്ന് തന്നെയാണ് പറയുക. ഗുഡ്. അടുത്തത് ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരോ? ഇതല്ലേ? അതെ, ഓക്കെ. മാറ്റട്ടെ? ഓക്കെ സർ. അടുത്തത്, എന്റെ പിതാവിന് എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു. ഇവിടെ ശരിയായത് മജ്റൂറും ബിൽ കസ്റത്തിൽ മുഖദ്ദറ എന്ന. കാരണം ശ്രദ്ധിക്കുക, അബി എന്റെ പിതാവ് എന്നാണ്. അപ്പൊ എന്റെ പിതാവ് എന്ന് പറയുമ്പോൾ മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ മുഖദ്ദറത്തായ ഇറാബായിരിക്കും. അന്ന് വന്നത് കൊണ്ട് ജറാണ്. ജർ അവിടെ ബിൽ മജ്റൂറും ബിൽ കസ്റത്തിൽ മുഖദ്ദറ എന്നാണ് പറയുക. അപ്പൊ അവിടെ ജർ വന്നത് മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ടാണ്, മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട്. ഇതാണ് ശരിയായത്. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന് മുഖദ്ദറത്തായ ഇറാബാണ് എന്ന് പറഞ്ഞല്ലോ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ അബി എന്നത് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്ന പദമാണ്.
അതുകൊണ്ട് അതിന് ഇഅ്റാബ് മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ട് ജറാണ്. ഇവിടെ ജറ് വരും അന്ന് വന്നത് കൊണ്ട്. ഈ റഫ് ആയിരുന്നെങ്കിൽ മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട് റഫ്, നസ്ബ് ആണെങ്കിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്ന് വരണം. ആ വ്യത്യാസം ശ്രദ്ധിക്കണം. റളീതു അൻ അബീക എന്നായിരുന്നെങ്കിൽ എങ്ങനെ? റഫായിരുന്നെങ്കിൽ മർഫൂം ബിൽ ലമ്മത്തി മുഖദ്ദറത്തിന് വരും. അങ്ങനെ പറയണം. ഓക്കെ ഓക്കെ, താങ്ക് യു. 3, സമ്പത്തുള്ള ആളെ ഞാൻ കണ്ടു. എയും ബിയും സി ഒക്കെ പറയുന്നത് എല്ലാം ശ്രദ്ധിച്ചു പറയാം. ശരിയായ ആൻസർ 2 ആണ്. കാരണം റഅയ്തു ഞാൻ കണ്ടു എന്നല്ലേ. ഞാൻ കണ്ടു എന്ന് പറയുന്ന ഫിഅലും ഫായിലും വന്നു. ഇനി മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊലിന്റെ സ്ഥാനത്ത് അസ്മാഉൽ ഖംസ വന്നു. അപ്പൊ ദ അലിഫ് കൊണ്ട് നസ്ബാണ് വേണ്ടത്. റഅയ്തു ദൽ മാലി എന്നുള്ളതാണ് ശരിയായത്. അപ്പൊ സി പറഞ്ഞവരൊക്കെ തെറ്റിയത് എന്തുകൊണ്ടാ? സിയും എയും പറഞ്ഞവരൊക്കെ ഉണ്ട്. ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, ഓരോന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. ഇനിതാ ഖുർആനിൽ വന്നൊരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക ഇംറഅ സൗഇൻ. അപ്പോ ഇവിടെ വന്നത് കണ്ടോ? യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്. മാ കാന അബൂക്കി എന്നുള്ളത് കാനയുടെ ഇസ്മായിട്ടാണ് അബ് വന്നത്, അബൂക്കി. അപ്പൊ കാനയുടെ ഇസ്മായിട്ട് വന്നു. നമ്മൾ ഈ പറയപ്പെട്ടതിന്റെ പിന്നെ ലാന്റെ മീനിങ് ഉടയാള് സ്വാഹിബ് എന്നർത്ഥമാണ്. ആനയുടെ ഇസ്മായിട്ട് വന്നു. അപ്പൊ ഇസ്മിന് റഫ് ആണ്. ഇവിടെ അസ്മാഉൽ ഖംസ ആയതുകൊണ്ട് വാവ് കൊണ്ട് റഫ് കിട്ടി. മാ കാന അബൂക്കി. നമ്മൾ ആ പറഞ്ഞ ഷർത്തൊക്കെ അവിടെ ഒത്തിയില്ലെന്ന് നോക്കണം. ഞാനിത് ഓരോരുത്തരെ കൊണ്ട് പറയിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അത് നമ്മൾ സമയം ഒരുപാട് പോകണ്ടെന്ന് വിചാരിച്ച ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്ന ഓരോന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ അബൂക്കി എന്ന് പറയുമ്പോൾ മുത്തക്കല്ലിമിന്റെ ആ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വന്നു, ഉക്കി വന്നു. അപ്പൊ ഇറാബ് എന്തായിരിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഫർഇയായ ഇറാബ് വരണം. അപ്പൊ കാനയുടെ ഇസ്മ ആയതുകൊണ്ട് മർഫൂഉം ബിൽ വാവി എന്നാണ് വരിക. വല്ലാഹു ദുൽ ഫദ്ൽ നേരത്തെ പറഞ്ഞു, വല്ലാഹു മുബ്തദയാണ്, ദു എന്നത് അതിന്റെ ഖബറാണ്. അത് അസ്മാഉൽ ഖംസയിൽ പെട്ടതുകൊണ്ട് വാവ് കൊണ്ട് റഫ് കിട്ടി. ഖാല ഇന്നി അന അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. ഖാല ഇന്നി അന അഖൂക്, ഞാൻ നിന്റെ സഹോദരനാണ്. അന എന്ന മുബ്തദ വന്നു. അന എന്ന മുബ്തദയുടെ ഖബറാണ് അഹു എന്നുള്ളത്. അതും വാവ് കൊണ്ട് റഫ് കിട്ടി. ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വലമ്മ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു. യൂസുഫ് നബിയുടെ അടുക്കലേക്ക് സഹോദരന്മാര് പ്രവേശിച്ചപ്പോൾ ആവാ ഇലൈഹി അഖാഹു, തന്റെ സഹോദരൻ അദ്ദേഹം അണച്ചുകൂട്ടി, ആലിംഗനം ചെയ്തു. അവിടെ ആവാ, യൂസുഫ് നബി അണച്ചുകൂട്ടി, ഇലൈഹി അദ്ദേഹത്തിലേക്ക്. ആരെ? അഹാഹു, തന്റെ സഹോദരനെ. മഫ്ഊലായിട്ടാണ് അത് വന്നത്. ആ മഫ്ഊലായതുകൊണ്ട് അലിഫ് കൊണ്ട് നസ്ബാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഖുർആനിലൊക്കെ ഉണ്ട്. നമ്മൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ അല്ലെ അറബി ഭാഷയൊക്കെ മറ്റു കാര്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഈ ഷർത്ത് അവിടെ ഒത്തുക്കോ നോക്കണം. 3 രൂപത്തിൽ പറഞ്ഞു. ഈ ഷർത്ത് ഒത്ത മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്ത് വരുന്നതിൽ മാത്രമേ ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട്. അപ്പൊ ഓർക്കേണ്ടത് അസ്മാഉൽ ഖംസ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ ഉറക്കത്തുനിന്ന് വിളിച്ചെണീപ്പിച്ചാലും നമുക്ക് പറയാൻ കഴിയണം അബ് അഹ് ഹമ് ഫൂദു. ഇറാബ് എന്താ? വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട് ചെറ്. എപ്പോഴാണ് ഇറാബ്? മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്ത് വരുമ്പോൾ. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് അസ്മാഉൽ ഖംസയെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ മുസന്നയാണ്. ഇത് ക്ലിയർ ആണോ സർ? അതില് വല്ലാഹു ദുൽ ഫദ്ൽ എന്ന് പറയുമ്പോൾ ദൂ എന്നുള്ളത് ഖബറാണ്. വല്ലാഹു എന്നത് മുബ്തദയല്ലേ? മുബ്തദ വന്നു, അതിന്റെ ഖബറാണ്. ഇസ്മ കൊണ്ട് ഒരു ജുംല തുടങ്ങിയാൽ ആ ഇസ്മ മുബ്തദയാണ്. അള്ളാഹു ആണ് തുടങ്ങിയത്, അതിന്റെ ഖബറാണ് ദൂ. ഓക്കെ. ഡൗട്ടുകൾ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചോദിക്കട്ടോ. കാരണം ഞാനിത് പറയുന്നത് എൻ്റെ ഒരു തത്വം എന്നത് നിങ്ങൾ ഒന്നായിട്ട് പഠിച്ചില്ലെങ്കിലും പഠിക്കുന്നത് ഓക്കെ ആയിട്ട് പോകണം. കാരണം ഒന്ന് നമ്മൾ കറക്റ്റ് പഠിച്ചാൽ ഇനി ഏത് ഭാവിയിൽ ഏത് പരീക്ഷ എഴുതുകയാണെങ്കിലും ഇനി നമ്മൾ അത് പഠിക്കേണ്ടി വരരുത്. ആ രൂപത്തിൽ പഠിച്ചു പോയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇപ്പോഴും ഒരു ക്ലാസ് കേൾക്കും, അടുത്ത ക്രാഷ് കോഴ്സ് വന്നാൽ അടുത്തൊരു കോഴ്സ് വന്നാൽ അപ്പോഴും നമ്മൾ വീണ്ടും കേൾക്കും, പിന്നെയും കേൾക്കും, 10 വട്ടം അങ്ങനെ കേൾക്കും. അതൊരു ചെവി കൂടി കേട്ട് ഒരു ചെവി കൂടി അങ്ങ് നഷ്ടപ്പെടും. അങ്ങനെ ആവരുത്. ഉള്ളത് നെഹുവൊക്കെ കൃത്യമായിട്ട് നമ്മൾ മറക്കാതെ പഠിക്കണം, അത് അപ്ലൈ ചെയ്തും പഠിക്കണം. അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അടുത്തതിലേക്ക് കിടക്കാണ്. ഓക്കെ, ഇനി മുസന്ന.
അറബി ഭാഷയുടെ മറ്റൊരു സൗന്ദര്യമാണല്ലോ തസ്നിയ എന്നുള്ളത്. രണ്ടു കാര്യത്തിലേക്ക് അറിയിക്കുന്ന, അലിഫ് കൊണ്ടോ നൂന് കൊണ്ടോ അല്ലെ യാ കൊണ്ടും നൂനും അധികം കൊടുത്തിട്ട് രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കുക. സാധാരണ പല ഭാഷകളിലും സിംഗുലർ കഴിഞ്ഞാൽ പ്ലൂറൽ ആണുള്ളത്. എന്നാൽ അറബി ഭാഷയിൽ സിംഗുലർ കഴിഞ്ഞാൽ ഡുവൽ ഫോം എന്ന രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാനുള്ളതുണ്ട്. അലിഫും നൂനും കൊടുക്കണം, അല്ലെ യാ നൂനും കൊടുത്തുകൊണ്ട് വരുന്നതാണ് മുസന്ന എന്ന് പേര് പറയുന്നത്. ഇപ്പൊ കിതാബ് എന്നത് കിതാബാനി എന്നോ അല്ലെ കിതാബൈനി എന്നോ പറയും. കലമ് കലമാനി എന്നോ കലമേനി എന്നോ, രണ്ടു പേന എന്ന് പറയാൻ ഉപയോഗിക്കും. ബാബാണെങ്കിൽ ബാബാനി അല്ലെ ബാബേനി, ഇങ്ങനെ ഉപയോഗിക്കുന്നതിനാണല്ലോ ഈ പറയപ്പെട്ട തസ്നിയ എന്ന് പറയുക. ഈ തസ്നിയക്കും ഏറാബിൽ വ്യത്യാസമുണ്ട്, അസ്ലിയായ ഏറാബ് അല്ല. എന്താണ് വ്യത്യാസം എന്ന് പറയാൻ പോണത്? അത് റഫ് കിട്ടുന്നത് അലിഫ് കൊണ്ടാണ്. മാറിപ്പോവരുത്, എല്ലാം കൂടി പഠിക്കുമ്പോൾ അങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അലിഫ് കൊണ്ട് റഫ്, തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ്. കിതാബാനി എന്ന് പറയും റഫിന്റെ സമയത്ത്. നജഹ ത്വാലിബാനി, ആ രണ്ടു വിദ്യാർത്ഥികൾ വിജയിച്ചു. ത്വാലിബിന്റെ മുസന്നയാണ് ത്വാലിബാനി. നജഹയുടെ ഫായിലായി വന്നതുകൊണ്ടാണ് ഫായിലിന് റഫ് ആണ്, അലിഫ് കൊണ്ട് റഫ് കിട്ടിയത്. നസ്ബും ജറും യാ കൊണ്ടാണ്. നസ്ബും ജറും യാ കൊണ്ടാണ്. റഅയ്തു ത്വാലിബൈനി, സല്ലംതു അല ത്വാലിബൈനി, ത്വാലിബാനി എന്ന് പറയുന്നത് പകരം ത്വാലിബൈനി എന്ന് പറഞ്ഞത് റഅയ്തുവിന്റെ മഫ്ഊലായിട്ട് വന്ന് നസ്ബ് കിട്ടി. മൂന്നാമത്തതിൽ അല എന്ന ജെറിന്റെ അർഫ് വന്നപ്പോൾ ജെറ് കിട്ടി. അപ്പൊ മുസന്നയുടെ ഇറാബ് ചോദിച്ചാൽ അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജെറ്. മറക്കരുത്, ഓർത്തു വെച്ചോ. അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജെറ് എന്നുള്ളതാണ് തസ്നിയയുടെ ഇറാബ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. മുലാഫായിട്ട് തസ്നിയ വന്നു കഴിഞ്ഞാൽ ശേഷം ജമ്മു സാലിം പറയുമ്പോൾ അവിടെ ഈ നിയമം പറയും. മുലാഫായിട്ട് മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തിക്കൊണ്ട് ഇലാഫത്ത് ചെയ്തുകൊണ്ട് മുലാഫായിട്ട് വന്നാൽ, മുലാഫിൻ ഇലൈഹി ആയിട്ട് വന്നാൽ കുഴപ്പമില്ലേ, അങ്ങനെയും തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. മുലാഫായിട്ടൊരു തസ്നിയ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ നൂനിനെ കളയൽ നിർബന്ധമാണ്. ഇപ്പൊ ഹാദാനി ബൈത്താ സെയ്ദ് എന്ന് പറഞ്ഞാൽ ഇത് സെയ്ദിന്റെ രണ്ടു വീടാണ് എന്നാ. ഹാദാനി എന്നത് മുബത്തദയാണ്, ബൈത്ത എന്ന് പറഞ്ഞ ഖബറാണ്. രണ്ടു വീട് എന്നാണ് ബൈത്താനി എന്ന കറക്റ്റ് ഉണ്ടാവുക. ഇതാരും ഹാദാനി ബൈത്തൻ എന്നൊന്നും വായിക്കരുത്. ഇനി ബൈത്താനി എന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ആ ബൈത്താനി എന്ന് പറയുന്നതിന്റെ നൂൻ അവിടെ കളഞ്ഞതാണ്. സെയ്ദിന്റെ വീട് എന്ന് സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് ബൈത്ത് മുലാഫായിട്ട് വന്നപ്പോൾ ആ നൂനിനെ കളഞ്ഞു. അങ്ങനെ കളിയൽ നിർബന്ധം. അപ്പൊ ഹാദാനി ബൈത്താ സെയ്ദിൻ എന്നാണ് പറയുക. ഹാദാനി ബൈത്താനി സെയ്ദിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറാബ് മാറൂല. റഫ് ആണ് ഇവിടെ, അതുകൊണ്ടാ ബൈത്ത എന്ന് പറഞ്ഞത്. നസ്ബാണെ ബൈത്തൈ എന്ന് പറയും, യാ വരും. നൂന് കളയുമെന്നേ ഉള്ളൂ. ഇറാബ് സാധാരണ പോലെ അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജർ എന്ന് തന്നെയാണ്. കണ്ടോ, ഖറഅതു കിതാബൈ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് ബുക്ക് ഞാൻ വായിച്ചു. മുഹമ്മദിന്റെ രണ്ട് ബുക്ക് ഞാൻ വായിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കിതാബൈ എന്ന് പറയുന്നത് രണ്ട് ബുക്ക് എന്നാണ്. അവിടെ കിതാബൈനി എന്നുണ്ടാവുക. മഫ്ഊൽ ആയതുകൊണ്ട് യാ കൊണ്ട് നസ്ബ് കിട്ടിയതാണ്. നൂനിനെ കളഞ്ഞത് അത് മുലാഫായിട്ട് ഇലാഫത്ത് ചെയ്തു വന്നപ്പോഴാണ്. കതബ്തു ബി കലമൈ ബഷീരിൻ, ബഷീറിന്റെ രണ്ടു പേന കൊണ്ട് ഞാൻ എഴുതി എന്ന് പറഞ്ഞു. ഇവിടെയും കലമൈനി എന്നുണ്ടാവും, നൂനിനെ കളഞ്ഞു വന്നതാണ്. ഇങ്ങനെ മുലാഫായിട്ട് ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് മുലാഫായിട്ട് തസ്നിയ വന്നു കഴിഞ്ഞാൽ അത് റഫിന്റെ അവസരമാണെങ്കിൽ, നസ്ബാണെങ്കിൽ, ജറാണെങ്കിൽ, ഏത് അവസരത്തിലാണെങ്കിലും ശരി, നൂനിനെ കളയൽ നിർബന്ധമാണ് എന്നുള്ളതാണ് തസ്നിയയുടെ പ്രത്യേകത. അത്രയും കാര്യങ്ങളെ തസ്നിയയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളൂ. ഇനി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി തസ്നിയയുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഉദാഹരണത്തിൽ വന്നു പോയിട്ടുണ്ട്, എന്നാലും പറഞ്ഞോളൂ, അയച്ചോളൂ. എയും ബിയും ഡി ഒക്കെ വരുന്നുണ്ട്. എയും സിയും ഒക്കെ വരുന്നുണ്ട് ആൻസർ. ബിക്കാണ് ആളില്ലാത്തത്. ഓക്കെ, ശരിയായത് ഡി ആണ്. കാരണം ബഷീറിന്റെ രണ്ട് പേനാന്നല്ലേ. അപ്പൊ ഇവിടെ തസ്നിയ കൊടുത്തു. കലമൈൻ ഉണ്ട്, കലമാൻ ഉണ്ട്, കലമായുണ്ട്, കലമയുണ്ട്. കതബ്തു ബി വന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ബി വന്നു കഴിഞ്ഞാൽ ജറാണ്, റഫ് അല്ല, നസ്ബല്ല. അപ്പൊ ഇവിടെ കലമാനി എന്നതും മൂന്നാമത്തെ കലമ എന്നതും അലിഫാണ്. അത് രണ്ടുമല്ല എന്ന് ഉറപ്പായി.
ഇനി ഒന്നാമത്തെ കലമൈനിയാണോ നാലാമത്തെ കലമൈ ആണോ? ബഷീർ എന്ന് മുലാഫിനിലേഹി അവിടെ വന്നത് കൊണ്ട് നൂനെ കളയണം. നാലാമത്തതാണ് ശരിയായത്. കുറെ ആളുകൾ തെറ്റിച്ചല്ലോ. അത് കൃത്യമായിട്ട് ആ നിയമം മനസ്സിലാക്കണേ. ഇതുപോലെയാണ് പരീക്ഷക്കും തെറ്റിപ്പോവുക. രണ്ട്, അസ്ബഹത്ത് ത്വാലിബത്താനിൽ മാഹിറത്താനി. ശ്രദ്ധിച്ചെഴുതണേ. എ വരുന്നുണ്ട്, സി വരുന്നുണ്ട്. ഓക്കെ, എയും സിയുമാണ് ഭൂരിപക്ഷവും വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ശരിയെന്നത്. ശരിയായത് സി ആണ്. വളരെ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ പരസ്പരം യോജിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ഇവിടെ അസ്ബഹയുടെ ഇറാബ് എന്താന്നുള്ളത് അറിയണം ആദ്യം. കാന അഹ്വാത്തിൽ പെട്ടതല്ലേ അസ്ബഹ എന്നുള്ളത്? അപ്പൊ കാന അഹ്വാത്ത് ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും ചെയ്യുന്നതല്ലേ? അപ്പൊ അസ്ബഹത്ത് ത്വാലിബത്താനി എന്നത് ഇവിടെ ഇസ്മാണ്. അത് അലിഫ് കൊണ്ട് റഫ് കിട്ടി. അൽ മാഹിറത്താനി എന്ന അതിന്റെ സിഫത്താണ്, അതുകൊണ്ട് അതിനും റഫ് കിട്ടി. ഇനി വരേണ്ടത് ഖബറാണ്. ഖബറിന് നസ്ബല്ലേ? നസ്ബിന്റെ സമയത്ത് യാ അല്ലേ വരിക? അപ്പൊ 1ഉം 4ഉം തെറ്റാണ്. പിന്നെ ത്വാലിബത്താനി എന്നത് മുഅന്നസ് ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ നാജിഹൈനി പറ്റൂല, നാജിഹത്തൈനി എന്ന മൂന്നാമത്തതാണ് ശരിയായത്. ഒരുപാട് ആളുകൾക്ക് എ വരാനുള്ള കാരണം എന്താണ്? പറഞ്ഞോളൂ. എ വരാനുള്ള കാരണം അപ്പൊ ശരിയായെന്ന് വിചാരിക്കുന്നു. ഇനി 3. പല ആളുകൾ അതിൻ്റെ അടുത്ത് ബാങ്കിന്റെ കാര്യം ഉണർത്തി. ബാങ്കിന്റെ ഒരു നിയമം കൂടി ഉണ്ട് കേട്ടോ. ബാങ്കിന് ലഫ്ല് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാതിരിക്കേണ്ടത് എന്നാണ് അതിന്റെ നിയമം കേട്ടോ. കർമ്മശാസ്ത്രം എങ്ങനെയാ പറയുന്നത്. പോട്ടെ. ഇവ ഓക്കെ, ശരിയായത് സി ആണ്. പലരും ഡി പറഞ്ഞു. എന്താണ് ഡി പറയാനുള്ള കാരണം എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. കിതാബ മുഹമ്മദിൻ, മുഹമ്മദിന്റെ 2 ബുക്ക്. ഓക്കെ ആണല്ലോ, അങ്ങനെയുള്ള അർത്ഥം. മുഹമ്മദിന്റെ 2 ബുക്ക്. കിതാബ എന്നുള്ളത് മുബത്തതയാണ്. മുബത്തതക്ക് റഫ് ആണ്. അപ്പൊ കിതാബ എന്ന് പറയുമ്പം അലിഫ് കൊണ്ട് റഫ് കിട്ടി. നൂന് കളയാനുള്ള കാരണം മുഹമ്മദിൻ എന്ന് മുലാഫിനിലേക്ക് വന്നത് കൊണ്ടാണ്. ഇനി ഖബറാണ് വരേണ്ടത്. ഖബർ റഫ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് റഫ് വരണം. ഒന്നാമത്തത് റഫ് അല്ല, നാലാമത്തതും റഫ് അല്ല. 2ഉം 3ഉമാണ് റഫ് ആയിട്ട് വന്ന ഉദാഹരണം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഏതാരാണ്? ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും മാത്രമാണ് റഫ് ഉള്ളത്. അതിൽ കിതാബ എന്ന് പറയുമ്പം ഒന്ന് മ്യൂട്ട് ചെയ്യ മക്കളെ. ഇവിടെ ശ്രദ്ധയിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. സുലൈബ് ഒന്ന് മ്യൂട്ട് ചെയ്യ്. അപ്പൊ അതിൽ കിതാബ എന്ന് പറയുന്നത് തസ്നിയാണ്. അതുകൊണ്ട് ജദീദാനി എന്ന് തസ്നിയ കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ജദീദാനി എന്നുള്ളതാണ് ശരിയാണ്. ക്ലിയർ? തുലൈബ് കേൾക്കുന്നില്ലേ? ക്ലാസ്സിൽ കേൾക്കാനൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ കിതാബ മുഹമ്മദിൻ ജദീദാനി എന്നാണ് പറയേണ്ടത്. ഇതാണ് ശരിയായത്. അപ്പൊ ഓക്കെ അല്ലേ? കാരണം കിതാബ തസ്നിയാണ്, ഖബറാണ് വരേണ്ടത്. അബർ അലിഫ് കൊണ്ട് റഫുമാണ്.
അത്രയുമാണ്. ഇനി ഇറാബിന്റെ കുറച്ച് മുസന്നയുടെ ഇറാബ് ഖുർആനിൽ വന്ന ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു ഒന്ന് മനസ്സിലാക്കാൻ. ഇതുപോലൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സ്വാലിഹ് ഒന്ന് മ്യൂട്ട് ചെയ്യും. നിങ്ങളൊന്ന് എങ്ങനെ മുബത്തദക്ക് റഫ് ആണ്, മുബത്തദക്ക് റഫ് ആണ്, ഖബറും റഫ് ആണ്. അങ്ങനെ വരും. നേരത്തെ അന വന്നില്ല, നേരത്തെ മുബത്തദ അതെങ്ങനെയാ? പിന്നെ അവിടെ അന എന്ന് പറയുന്ന പദങ്ങളൊക്കെ ലമീറാണ്. എല്ലാ ലമീറുകളും മബിനിയാണ്. മബിനിയായ പദം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒരിക്കലും അവസാനത്തിൽ മാറ്റം വരാത്ത പദങ്ങൾക്കാണ് മബിനി എന്ന് പറയാം. മുഅറബ് മബിനി രണ്ട് തരത്തിലുണ്ടല്ലോ. മബിനിയായ ഏതു പദം വന്നു കഴിഞ്ഞാലും അതിന്റെ ഇറാബ് മഹല്ലിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അന എന്നത് റഫ് തന്നെയാണ്, പക്ഷെ റഫ് കാണാനുണ്ടാവില്ല. മർഫൂം ബിൽ മഹല്ല് എന്നാണ് പറയാ. അത് മബിനിയായ പദങ്ങളുടെ പ്രത്യേകതയാണ്. അല്ലെ ജുംല വന്നു കഴിഞ്ഞാൽ ഒരു ഇറാബിന്റെ സ്ഥലത്ത് ഒരു ജുംല വന്നു, അവിടൊക്കെ അത് മബിനിയാണ്. അതൊക്കെ മഹലിലാണ് ഇറാബ്. ഹുവ ആലിം എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പണ്ഡിതനാണ്. അവിടെ ഹുവ എന്നത് മുബത്തദയാണ്, അത് മർഫൂം ബിൽ മഹല്ലാണ്. ആലിമുൻ എന്നത് ഖബറു മർഫൂം ബിൽ വാവുമാണ്. അത് എവിടെ മബിനിയായ പദങ്ങൾ വന്നു കഴിഞ്ഞാലും ഇറാബ് മഹലിലായിരിക്കും. ക്ലിയർ? അപ്പൊ വത്ലു അലൈഹി നബ അബിനൈ ആദം ബിൽ ഹഖ്, ആദമിന്റെ രണ്ടു മക്കളുടെ നബ വാർത്ത നിങ്ങളും ഓതിക്കൊടുക്കുക. അവിടെ ഇബിനൈ ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടു മക്കൾ. ഇബിനൈനി എന്നാണ് കറക്റ്റ് ഉണ്ടാവുക. ഇബിനൈനി നബ അബിനൈ, സത്യത്തിൽ അത് മുലാഫിൻ ഇലൈഹിയാണ് ഇബിനൈ എന്നുള്ളത്. അപ്പൊ അത് ജറാണ്, അവിടെ യാ കൊണ്ട് ജറാണ്. മാത്രമല്ല അത് മുലാഫായിട്ട് വന്നത് കൊണ്ട് നൂനെ കളയുകയും ചെയ്തു. ഇബിനൈനി എന്നുണ്ടാവും. ആ ഇബിനൈനി എന്നുള്ളത് നൂനെ കളഞ്ഞുകൊണ്ട് യാ കൊണ്ട് ജെറ് കിട്ടുകയും ചെയ്തു. ഇബിനൈ ആദമ എന്ന് പറഞ്ഞതാണ്. ഇന്ന ഹാദാനി ഇൻ ഹാദാനി ല സാഹിറാൻ, അവിടെ ല സാഹിറാൻ എന്ന് പറയുന്നത് ഹാദാനി മുബ്തദയാണ്. ല സാഹിറാൻ എന്ന് പറയുന്ന സാഹിറാനി ഖബറാണ്. അപ്പൊ ഖബറിന് റഫ് വേണം, അലിഫ് കൊണ്ട് റഫ് കിട്ടി. ഖുർആനിൽ വന്ന ഉദാഹരണമാണത്. ഇൻ ഹാദാനി ല സാഹിറാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തിൽ നിൽക്കണമെന്ന ഭയമുള്ള ആൾക്ക് രണ്ട് സ്വർഗമുണ്ട്. അവിടെ ലിമൻ ഒരാൾക്കുണ്ട് ജന്നത്താൻ. ജന്നത്താനി എന്നത് മുബ്തദ മുഅഖറാണ്. അപ്പൊ അതിന് അലിഫ് കൊണ്ട് റഫ് കിട്ടി. ഇങ്ങനെ ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നൂന് കളഞ്ഞതും നൂന് കളയാതെയും വന്ന റഫിന്റെയും നസ്ബിന്റെയും ജെറിന്റെയും ഒക്കെ രൂപത്തിൽ വന്നിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. തസ്നിയുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഫറയിലേക്ക് കടക്കാം. സർ, ഇൻ ഹാദാനി ലസാഹിറാനി, അതിന്റെ ഇഅറാബ് ഒന്ന് പറയോ സർ? അല്ല, ഷാക്കിറയാണ് ചോദിച്ചത്. അതെ ഷാക്കിറ, ഇൻ എന്നത് തഖ്ഫീഫാക്കുന്ന, ഇന്നെ തഖ്ഫീഫാക്കുന്ന ഇൻ കേട്ടിട്ടുണ്ടോ? തഖ്ഫീഫാക്കുന്ന ഇൻ, ഇന്ന ഇന്നാക്കും, അന്ന അന്നാക്കും, കഅന്നാക്കും, ലാക്കിന്ന ലാക്കിന്നാക്കും. ഇന്ന അഹവാത്തിൽപ്പെട്ട 4 എണ്ണവും തഖ്ഫീഫാക്കിക്കൊണ്ട് ഉപയോഗിക്കാം. കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. അത് കേട്ടാലേ നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തഖ്ഫീഫാക്കിക്കൊണ്ടുള്ള ഉപയോഗമുണ്ട്. അങ്ങനെ തഖ്ഫീഫാക്കുമ്പോൾ അവിടെ 2 രൂപത്തിൽ ഉപയോഗിക്കാം. ഇന്നയുടെ അമല് കൊടുത്തുകൊണ്ടും ഉപയോഗിക്കാം, ഇന്നയുടെ അമല് ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കാം എന്നാണ് നിയമം. ഇന്നയുടെ അമല് കൊടുക്കുകയാണെങ്കിൽ ഇസ്മിന് നസ്ബും ഖബറിന് റഫും കിട്ടണം. അപ്പൊ ഇന്ന ഹാദൈനി സാഹിറാൻ എന്ന് പറയണം. എന്നാൽ ഇന്നയുടെ അമല് ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവിടെ മുബ്തദ ഖബറായിട്ടാണ് ഇഅ്റാബ് കിട്ടുക. പക്ഷേ ഖബറിൽ ലാം കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ല സാഹിറാൻ എന്ന ലാം ഇവിടെ കിട്ടിയത്. ഹാദാനി എന്നുള്ളത് മുബ്തദയാണ്, മർഫൂം ബിൽ അലിഫാണ്. ലാം ആ ഇന്ന തഖ്ഫീഫാക്കിയപ്പോൾ വന്ന ലാമാണ്. സാഹിറാൻ എന്നത് ഖബർ അലിഫ് കൊണ്ട് റഫുമാണ്. അപ്പോ ഇന്ന അഹ്വാത്തിൽ ഇന്ന അന്ന കാന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല എന്ന് പറയുന്ന 6 എണ്ണത്തിൽ അവസാനം ഷദ്ദുള്ള നൂന് വരുന്ന ഇന്നയും അന്നയും കഅന്നയും ലാക്കിന്നയും ഈ 4 എണ്ണവും തഖ്ഫീഫാക്കിക്കൊണ്ടുള്ള ഉപയോഗമുണ്ട്. ഖുർആനിൽ ആഖിർ നമ്മൾ എപ്പോഴും വന്ന ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അനിൽ ഹംദു എന്നുള്ളത് അന്ന എന്നതിനെ തഖ്ഫീഫാക്കിയിട്ട് അൻ എന്നാക്കിയതാണ്. അങ്ങനെ ലാക്കിന്റെയും കഅന്നയും ഒക്കെ തഖ്ഫീഫാക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത്. അപ്പൊ ഒന്ന് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
എന്താ ഷാക്കിറക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. പക്ഷെ അന്ന അത് അൻ ചെയ്യുമ്പോഴും ലാക്കിൻ ചെയ്യുമ്പോഴും ഇതേ ഹുക്കുമായിട്ടുണ്ടാവോ? അല്ല അല്ല അല്ല, അത് വേറെ ഇന്നന് വേറെ നിയമമാണ്, അന്നക്കും ഒരു നിയമമാണ്, ലാക്കിന്നക്ക് വേറെ നിയമമാണ്. 3 നിയമമാണ് 4 ഓക്കെ സർ, ജസാക്കല്ലാഹ്. അന്നയും കന്നയും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. ഖബർ ശേഷമുള്ള ജുംലയുമായിരിക്കും. അനിൽ ഹംദു റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അന്നഹു അൽഹംദുലില്ലാ എന്നുണ്ടാവും. ആ ഹു എന്ന ലമീർ കളഞ്ഞതാണ്, അതാണ് അവിടെ ഇസ്മായിട്ട് വരിക. പിന്നെ അൽഹംദുലില്ലാഹി എന്നുള്ള അൽഹംദു മുബ്തദയാണ്, ലില്ലാഹി എന്ന ജാറു മജ്റൂർ ഖബറാണ്. ആ മുബ്തദയും ഖബറും കൂടിയ ജുംലയാണ് അന്നയുടെ ഖബറായിട്ട് വരിക. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്, വിശാലമായിട്ട് അത് പറയേണ്ടതാണ്, പറയുകയാണെങ്കിൽ. ഓക്കെ. ഇത് നൂന് ഖഫീഫായിക്കാരല്ലേ? ആ നൂന് ഖഫീഫയാണ്. ഇന്ന എന്നത് ഇന്നാക്കിയതാണ്. നൂന് സക്കീല പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന നൂന് ഖഫീഫ് അല്ലേ? ലേഫ് അലെന്ന് വരുന്ന. മനസ്സിലായില്ല? അങ്ങനെയാണോ? മനസ്സിലായില്ല, ക്ലിയർ ആയില്ല, വോയിസ് ഒന്ന് ബ്രേക്ക് ആയി. ഇത് അന്ന ഇന്ന സക്കീല സർഫാക്കല്ലോ, ലേഫ് അലന്ന ആ നൂനല്ലോ. ആ അല്ലല്ല, അത് ഫീൽഡിന്റെ കൂടെ അല്ലേ വരിക, അത് ഫീൽഡ് മാത്രം വരുന്ന സാധനമാണ്. ഇത് ഇന്ന എന്ന ആ തൗക്കീദിന്റെ ഹർഫിനെ ഇന്ന അഹവാത്ത് പഠിച്ചില്ലേ, അതിൽപ്പെട്ട 4 എണ്ണം നൂന് ലഘുവാക്കിക്കൊണ്ട് ഇന്നെന്നും കഅന്നെന്നും പറയുന്നത്. ഓക്കെ. ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ള കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചില്ല ഞാൻ അധികം പറയാത്തതായി ഏരിയ. പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി 3ാമത്തെ, അപ്പൊ മറക്കരുത്, ഓരോന്നും ഓർമ്മ വേണം. ആദ്യത്തെ അസ്മാഉൽ ഹംസയാണ്, അബ് അഹ് അമ് ഫൂദു, അതിന് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ചേർ. രണ്ടാമത്തെ തസ്നിയാണ്, അത് അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ചേർ. 3ാമത്തെ ജംഉൽ മുദക്കർ സാലിമാണ്. ജമ്മുകൾ 3 തരത്തിലാണ് ഉണ്ടാവുക: ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം. ജമ്മു തക്സീർ എന്ന് പറയുന്നത് മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന ജമ്മുകൾക്കാണ് ജമ്മു തക്സീർ എന്ന് പറയാം. ഏതെങ്കിലും അക്ഷരം കൂടുകയോ ഏതെങ്കിലും അക്ഷരം കുറയുകയോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ജമ്മുകൾ, എന്തെങ്കിലും മാറ്റങ്ങൾ വരും. എന്നാൽ മുഫ്രദിന്റെ രൂപത്തിൽ യാതൊരു മാറ്റവും വരാത്ത ജമ്മുകളാണ് സാലിമായ ജമ്മു, രക്ഷപ്പെട്ട ജമ്മു എന്ന് അതിന്റെ പേര് തന്നെ, സാലിമായ ജമ്മു. അത് 2 തരത്തിലുണ്ട്. മുദക്കർ സാലിമുണ്ട്, മുഅന്നസ് സാലിമുണ്ട്. വാവുൻ നൂനുമോ യാഉൻ നൂനുമോ കൊടുത്ത് ജമ്മാക്കുന്നതാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ. ജമ്മു മുഅന്നസ് സാലിം അടുത്ത് പഠിക്കാം. വാവുൻ നൂനുമോ അല്ലെങ്കിൽ യാഉൻ നൂനുമോ കൊടുത്തുകൊണ്ട് ജമ്മാക്കുന്നതാണ് കാദിമുൻ, കാദിമൂന അല്ലെ കാദിമീന എന്ന് പറയാം. ജാലിസുൻ ഇരിക്കുന്നവൻ, ജാലിസൂന അല്ലെ ജാലിസീന എന്ന് പറയാം. ആമിലുൻ, ആമിലൂന, ആമിൽ. അങ്ങനെ വാവുൻ നൂനുമോ യാഉൻ നൂനുമോ കൊടുത്തുകൊണ്ട് ജമ്മാക്കുന്ന ജമ്മുകൾക്കാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പേര് പറയുക. ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് എന്നുള്ളത് വാവ് കൊണ്ട് റഫ്, അസ്മാഉൽ ഹംസയിൽ പറഞ്ഞതുപോലെയാണ് റഫ് വാവ് കൊണ്ടാണ്. തഇബൽ ആമിലൂൻ, ആ തൊഴിലാളികൾ വല്ലാതെ ക്ഷീണിച്ചു. തഇബ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു എന്നാണ്. അതിന്റെ ഫായിലാണ് ആമിലൂൻ, അവിടെ വാവ് കൊണ്ട് റഫ് കിട്ടി. നസ്ബും ജറും തസ്നിയെ പോലെ യാ കൊണ്ടാണ്. അക്രംതുൽ കാദിമീൻ, ജലസ്തു മഅൽ ജാലിസീൻ. 1ാമത്തേൽ അക്രംതു എന്നതിന്റെ മഫ്ഊലായിട്ട് വന്നു. 2ാമത്തേൽ മഅ എന്ന ലർഫിന്റെ മുലാഫിൻ ഇലൈഹി ആയിട്ട് വന്നു. അപ്പൊ മുലാഫിലേക്ക് ജറാണ്, ജാലിസീൻ എന്നത് ജറാണ്, കാദിമീൻ എന്നത് നസ്ബുമാണ്. അപ്പം ജമ്മു മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജറ് എന്നുള്ളതാണ് ഇറാബ്. ഇവിടെയും നേരത്തെ തസ്നിയൽ ഞാൻ പറഞ്ഞു ജമ്മു മുദക്കർ സാലിമിന് വരുന്നു, അതേ നിയമം ഇവിടെയും ബാധകമാണ്. മുലാഫായിട്ട് ജമ്മു മുദക്കർ സാലിം വന്നാലും അവിടെ അതിന്റെ നൂനെ കളയണം. തസ്നിയ മുലാഫായിട്ട് വന്നാൽ നൂനിനെ കളയും എന്ന് പറഞ്ഞതുപോലെ ജമ്മു മുദക്കർ സാലിം മുലാഫായിട്ട് വന്നാലും അവിടെയും അതിന്റെ നൂന് കളയൽ നിർബന്ധമാണ്. ഏതുപോലെ ജാ ആമിലുൽ മസ്നഇ, ആ ഫാക്ടറിയിലെ തൊഴിലാളികളൊക്കെ വന്നു. ആമിലൂന എന്നാണ് ഉണ്ടാവുക. നൂനെ കളഞ്ഞത് മസ്നഇ എന്ന മുലാഫിൻ ഇലൈഹി വന്ന് ആമിൽ മുലാഫ് ആയതുകൊണ്ടാണ്. അപ്പൊ ജായുടെ ഫായിലായതുകൊണ്ട് റഫ് കിട്ടി, വാവ് കൊണ്ട് റഫ് തന്നെയാണ്, അതിൽ മാറ്റമില്ല. റഅയ്തു മുസ്ലിമീ കേരള, കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടു. അവിടെ മുസ്ലിമീ എന്നുള്ളത് മഫ്ഊലാണ്, നൂനെ കളഞ്ഞത് അത് മുലാഫായിട്ട് വന്നത് കൊണ്ടാണ്. ദഹബതു ഇല ആലിമി അൽ മദീന, പട്ടണത്തിലെ പണ്ഡിതന്മാരുടെ അടുക്കലൊക്കെ ഞാൻ പോയി. ആലിമീന എന്നുണ്ടാവും, മുലാഫായിട്ട് വന്നത് കൊണ്ട് നൂനെ കളഞ്ഞു. അപ്പൊ മുലാഫായിട്ട്
ജമ്മു മുദക്കർ സാലിം വന്നാലും അതിന്റെയും നൂനക്കളിൽ നിർബന്ധമാണ്. ഇറാബിൽ മാറ്റം ഉണ്ടാവൂല. വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജർ എന്നുള്ളതാണ്. ഇത്രയുമാണ് ജമ്മുൽ മുദക്കർ സാലിമിനെ കുറിച്ച് ബേസായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഡീപ്പായിട്ട് പറയാതിരിക്കുകയാണ്, കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ടാണ് വരാറും ഉള്ളത്. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ? മൂന്നാമത്തെ ഏരിയയാണിത്, ഫറഇയായ ഇറാബിന്റെ. ഇനി അതിന്റെ ചോദ്യത്തിലേക്കാണ്, ഡൗട്ടില്ലെങ്കിൽ. നൂനിന്റെ കളി ഇപ്പൊ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് പറയുന്നില്ലേ? ആ പറയാം. ആ അവിടെ അവിടെ കളയപ്പെട്ടു. ആ അവിടെ മുലാഫായിട്ടല്ല വന്നത്. മുലാഫായിട്ട് വരുമ്പോ നൂനെ കളയുന്ന അവിടെ അത്തുഫല്ലേ, മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുലാഫില് മുലാഫിൽ മാത്രമാണ് ഈ നിയമം. മുലാഫായിട്ട് വരുമ്പോഴേ കളയൂ. തസ്നിയക്കും അങ്ങനെ തന്നെ, മുലാഫായിട്ട് വരുമ്പോഴേ നിയമമുള്ളൂ. ചോദ്യം നമ്പർ 1. ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ അയക്കണേ. ബിയും സിയും വന്നു, ഡിയും വന്നു. പാവം ഏക്കാരും ഇല്ലേ. സി, ഡി ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചോളൂ. ആൻസർ പറയാണേ. സി ആണ് ശരി. കാരണം മുസ്ലിമീങ്ങൾ ലോകത്തുള്ള രാജാക്കന്മാരായി എന്നല്ലേ. സ്വാറ അതിന്റെ ഇസ്മായിട്ടാണ് വരേണ്ടത്. ഒന്ന്, കാനാഹ്വാത്തിൽപ്പെട്ടതല്ലേ സാറ. അപ്പൊ ഇസ്മിന് റഫ് അല്ലേ, ഖബർ നസ്ബും അല്ലേ. അപ്പൊ ഒന്നാമത്തതും രണ്ടാമത്തതും വരില്ല, കാരണം അത് നസ്ബാണ്. വാവ് കൊണ്ട് റഫും യാവ് കൊണ്ട് നസ്ബും ചെറും അല്ലേ. അപ്പൊ ഖാറയുടെ ഇസ്മ ആകുമ്പം റഫ് വേണം. ഇനി 3 ആണോ 4 ആണോ ശരി നോക്കണം. 4 ശരിയാവുന്നത് മുലാഫായിട്ട് വരുമ്പോഴാണ് നൂനെ കളിയാ. 3 ശരിയാവുന്നത് നോട്ട് ചെയ്യണേ രഹന. മുലാഫായിട്ട് വരുമ്പോഴാണ് നൂനെ കളയുന്നത്. ഇവിടെ മുലാഫായിട്ടല്ല വന്നത്, കാരണം അത് മുസ്ലിമൂന എന്ന് തന്നെയാണ്. മുലൂക്കൻ എന്നത് മുലാഫുൻ ഇലൈഹി അല്ല, അത് സാറയുടെ ഖബറാണ്. അപ്പൊ സാറയുടെ ഇസ്മ ആയതുകൊണ്ട് അത് അൽ മുസ്ലിമൂന എന്നുള്ള 3ാമത്താണ് ശരിയായത്. 2ഉം 4ഉം പറഞ്ഞവർക്ക് എന്ത് പറ്റി? ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. കേട്ടതിനാവും മൈനസ് മാർക്ക് ഇല്ല, എന്നാലും നല്ലൊരു മാർക്ക് നഷ്ടപ്പെടല്ലേ. PSC കൂടി ആവുമ്പം മൈനസ് മാർക്ക് കൂടി വരും. അതായത് സ്വാറ എന്നത് കാനാഹ്വാത്തിൽ പെട്ടതാണല്ലോ, ആദ്യത് മനസ്സിലാക്കണം. അതിന്റെ ഇസ്മിന് റഫും ഖബർ നസ്ബുമാണ് ഇറാബ് ഉണ്ടാവുക. അപ്പൊ ഇസ്മാണ് വരേണ്ടത്. ഇവിടെ ഇസ്മ ആയിട്ട് വരുന്നത് റഫ് ആണല്ലോ ഇസ്മിന്. ഇപ്പൊ ഒന്നാമത്തതും രണ്ടാമത്തതും റഫ് അല്ല, നസ്ബോ ജറോ ആണ്. അപ്പൊ അത് ഇവിടെ ശരിയാവൂല. ഇനി 3ഓ 4ഓ ആണ് റഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ മുസ്ലിമു എന്ന് പറയുന്നത് നൂന് കളയുമ്പോഴാണ് ഇവിടെ, സോറി മുലാഫ് ആയിട്ട് വരുമ്പോഴാണ്. ഇവിടെ മുലാഫ് അല്ല. സോളി നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഒരുപാട് ആളുകൾ ഉള്ളത് എല്ലാവർക്കും പ്രയാസമാവും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് കയറി, അത്യാവശ്യമുള്ളവർ ഓണാക്കുക, ചോദിക്കുക, ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് വെക്കണം. ആ 3ാമത്തെ മുസ്ലിമൂന എന്നതേ ശരിയാവൂ എന്നാണ് വീണ്ടും പറയാൻ ആരോ എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഖാന, സ്വാറ, അസ്ബ, ഹംസ, ലല്ല, ബാത്ത, അൽഹ അതൊക്കെ എന്താണ്? ഇസ്മിൻ റഫും ഖബർ നസ്ബും കിട്ടുന്ന പദങ്ങളാണല്ലോ. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാം, പ്രശ്നമല്ല. അല്ലാതെ ഓൺ ചെയ്ത് വെക്കരുതെന്നാ പറഞ്ഞത്. അത് ചോദിക്കാൻ തരുന്ന അവസരങ്ങളിൽ ചോദിക്കാം. നർജുൽ ഖൈറ ഏത് ഇദാഫത്താക്കി പറഞ്ഞൂടെന്ന് ആരാ ചോദിച്ചാളൊന്ന് ഒന്ന് വരാമോ? ചോദിച്ചാള് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന്. ഇദാഫത്താക്കി പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് വന്നോളൂ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. എങ്ങനെ ഇദാഫത്താക്കുമ്പോ മോളെ ശേഷമുള്ളത് മുലാഫിൻ ഇലൈഹി ആവണ്ടേ? മുലൂക്കൻ എന്നല്ലേ പറഞ്ഞത്, മുലൂക്കിൻ അല്ലല്ലോ. ഇനി അങ്ങനെ മുലൂക്കിൻ പറയാൻ നമുക്ക് പറ്റോ? മുലാഫിൻ ഇലൈഹി ആവുമ്പോ രാജാക്കന്മാരുടെ മുസ്ലിമീങ്ങൾ എന്നല്ലേ അപ്പുറത്തം വരിക. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാവില്ലല്ലോ. ഇനി അടുത്തത്,
മാഷാ അല്ലാ. ഈ ഒരു ചോദ്യത്തിൽ സന്തോഷം. ഏതായാലും ആൻസർ അയച്ച ഒന്നോ രണ്ടോ അല്ലാത്ത ബാക്കി എല്ലാവരും ആൻസർ ശരിയാക്കി എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം മനസ്സിലാവുന്നുണ്ട് എന്നാണ് അത് അതിന് തിരിയുന്നത്. കാരണം ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നർജുൽ ഹൈറ ലി ലി വന്നാൽ തന്നെ മനസ്സിലാക്കാം എന്താണ് ജെറ് വരണം. ജെറ് വരണമെങ്കിൽ ഇവിടെ നാലാമത്തതല്ല എന്ന് ഉറപ്പായി. ഇനി ഏതാണ് വരേണ്ടത്? ഒന്ന് വരാൻ പറ്റുമോ അല്ലെ രണ്ടോ? മിസ്ർ എന്നുള്ളത് എന്താകുന്നു? ഇവിടെ മുലാഫുൻ ഈജിപ്തിലെ കർഷകർ എന്നാണ്, മുലാഫുൻ ഇലേഹി ആയിട്ടാണ്. അപ്പൊ മുലാഫുൻ ഇലേഹി ആകുമ്പോൾ ജെറ് വരണം. അതോടൊപ്പം മുലാഫായിട്ട് വരുമ്പോൾ നൂനിനെ കളയുകയും വേണം. അപ്പൊ ഇവിടെ നൂനിനെ കളഞ്ഞിട്ടില്ല മൂന്നാമത്തേത്. പിന്നെ അൽ ഫലാഹി എന്ന ഒന്നാമത്തിൽ അലിഫ്ലാമുണ്ട്, അതൊന്നും ശരിയാവില്ല. നർജുൽ ഹൈറ ലി ഫലാഹി മിസ്ർ എന്നുള്ള മുലാഫായിട്ട് വന്നു, ജെറും കിട്ടി. ആ രൂപത്തിലുള്ള ആൻസറെ ശരിയാവും. രണ്ടാണ് ശരിയായ ആൻസർ. മൂന്ന്. ശരിയായത് ഒന്നാണ്. കാരണം ലഅല്ല എന്നത് ഇന്നാഹവാത്തിൽ പെട്ടതാണ്. വോയിസ് ക്ലിയർ ആണല്ലോ എന്റെ അല്ലേ? ലഅല്ല എന്നത് ഇന്നാഹവാത്തിൽ പെട്ടതാണ്. ഇന്നാഹവാത്ത് വരുമ്പോ ഇസ്മിൻ നസ്ബ് വേണം. ഇവിടെ മുലാഫ് ഒന്നും അല്ല. അതുകൊണ്ട് ലഅല്ലൽ കാത്തിബീന മാഹിറൂന എന്നത് എ ആണ് ശരിയായത്. ഒരുപാട് ആളുകൾ ശരിയാക്കി. അപ്പൊ ആ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഏറാബുകൾ കാണാം. മിനൽ മുഅ്മിനീന റിജാലും എന്ന് പറയുന്ന ആയത്ത്, അവിടെ മിനൽ മുഅ്മിനീൻ മിൻ ഹർഫ് ജറാണ്, അൽ മുഅ്മിനീൻ എന്നത് മജ്റൂറാണ്. അൽ മുഅ്മിനീന മജ്റൂറും ബിൽ യാഇ എന്നാണ് വരിക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആലക്ക് മുഹ്സിനീങ്ങളെ വളരെ ഇഷ്ടമാണ്. യുഹിബ്ബു എന്നതിന്റെ മഫ്ഊലാണ്, മുഹ്സിനീൻ അത് മഫ്ഊലും ബിഹി മൻസൂബും ബിൽ യാഇ. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ, മുഫ്സിദീങ്ങളുടെ വഴി നീ ഫോളോ ചെയ്യരുത്. മുഫ്സിദീൻ എന്നത് മുദാഫിൻ ഇലൈഹിയാണ്, മുദാഫിൻ ഇലൈഹി ജറാണ്, യാ കൊണ്ട് ജറ്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ എന്ന് പറയുന്ന ആ വാരിദൂൻ എന്നുള്ളത് അവിടെ ഖബറാണ്. അൻതും എന്നത് മുബ്തദയാണ്, വാരിദൂൻ എന്നത് ഖബറാണ്. ആ വാരിദൂൻ ഖബറായപ്പോൾ ബാബു കൊണ്ട് റഫ്ത് കിട്ടി. ഇങ്ങനെ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്, ധാരാളം ഉദാഹരണങ്ങൾ. നമ്മൾ ഇനി ഓതുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. തസ്നിയ കണ്ടാലും, ജംഉ മുദക്കർ സാലിം കണ്ടാലും, അല്ലെങ്കിൽ അസ്മാഉൽ ഹംസ കണ്ടാലും, പിന്നെ സൂറത്ത് യൂസുഫ് ഒക്കെ ഓതുമ്പോൾ ഒരുപാട് തവണ അഹ് എന്ന പ്രയോഗമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ ഇറാബ് കിട്ടി എന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജംഉ മുദക്കർ സാലിമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തതിലേക്ക് പോവാം. ആരാണ് ഈ ടൈപ്പ് ചെയ്ത്? ഞാൻ കാണുന്നില്ല. ഈ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. അവര് നേരിട്ട് വന്ന് ചോദിച്ചോളൂ. ആരാ? അറുവയോ? ആരാ ചോദിച്ചത്? അറുവയോ? പേരെന്താ? എന്താ പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞോളൂ. ടൈപ്പ് ചെയ്യുന്ന പെട്ടെന്ന് ഇങ്ങനെ സ്കിപ്പായി പോകും. ഞാൻ ആൻസർ മാത്രമേ അധികം നോക്കൂ. പറഞ്ഞോളൂ, എന്താ നിങ്ങൾ ഡൗട്ട്? പോയോ? അറാബ് ജംഉ മുദക്കർ സാലിം ഒന്നും കൂടി പറഞ്ഞുതരോ? വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും. റഫിന്റെ സമയത്ത് വാവ് ഉണ്ടാവും, നസ്ബിന്റെയും ജെറിന്റെ സമയത്ത് യാവും വരും. ഇതാണ് ജംഉ മുദക്കർ സാലിം ഇറാബ്. ഇറാബ് അല്ല ഇറാബ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ 3 പഠിച്ചു കഴിഞ്ഞു. മറക്കാതെ ഓരോന്നും കൃത്യമായിട്ട്. അസ്മാഉൽ ഹംസ വാവോണ്ട് റഫ്, അലിഫോണ്ട് നസ്ബ്, യാവോണ്ട് ചെറ്. തസ്നിയ അലിഫോണ്ട് റഫ്, യാവോണ്ട് നസ്ബ് ചെറ്. ജംഉ മുദക്കർ സാലിം വാവോണ്ട് റഫ്, യാവോണ്ട് നസ്ബ് ചെറ്. അങ്ങനെ മനസ്സിൽ വേണം. എങ്ങനെ തിരിച്ചും മറിച്ചും വന്നാലും നമ്മളെ മനസ്സിൽ അത് വേണം. ഈ 4ാമത്തെ ജംഉൽ മുഅന്നസ് സാലിമാണ്. നേരത്തെ ജമ്മിനെ 3 ഞാൻ തിരിച്ചിരുന്നു. അതിൽപ്പെട്ടാണ് സാലിം. സാലിമിന്റെ മറ്റൊരു ഇനമാണ് ജംഉൽ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. അത് അലിഫ് കൊണ്ടും താവ് കൊണ്ടും ജമ്മാക്കുന്നത്. അലിഫും താവും കൊടുത്തിട്ട് ജമ്മാക്കുന്ന ജമ്മിനാണ് ജംഉൽ മുഅന്നസ് സാലിം എന്ന് പറയാം. അപ്പൊ മുസ്ലിമത്ത്, കാത്തിബത്ത്, സ്വാലിഹത്ത് എന്ന് തുടങ്ങിയ പദങ്ങളൊക്കെ മുസ്ലിമാത്ത്, കാത്തിബാത്ത്, സ്വാലിഹാത്ത്, മുസ്ലിമായ സ്ത്രീകള്, എഴുത്തുകാരികള്,
സദ്വൃത്തകൾ എന്ന് പറയുന്ന മുസ്ലിമാത്ത്, കാത്തിബാത്ത്, സ്വാലിഹാത്ത് എന്നൊക്കെ ജമ്മാക്കുന്ന അലിഫും താവും കൊടുത്ത് ജമ്മാക്കുന്ന ജമ്മിനാണ് ജമ്മുൽ മുഅന്നസ് സാലിം എന്ന് പറയുക. ഇതിന് വളരെ എളുപ്പമാണ്. ഇതിന് റഫ് സാധാരണ പോലെ തന്നെയാണ്, ലമ്മത്ത് കൊണ്ട് റഫ് തന്നെ, വ്യത്യാസമില്ല. ദഹബത്തിൽ മുസ്ലിമാത്തു എന്ന് പറഞ്ഞത് അവിടെ ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. ഫറഈയായ ഇറാബ് വരണമെങ്കിൽ എവിടെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതി. നസ്ബ് കസ്റത്ത് കൊണ്ടാണ്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ജെറു കസ്റത്ത് കൊണ്ടാണ്, ജെറിലും മാറ്റമില്ല. ജെറു സാധാരണ പോലെ, റഫ്ഉ സാധാരണ പോലെ. മാറ്റം വരുന്ന സ്ഥലം എന്നത് നസ്ബിന്റെ സമയത്ത് ഫതഹല്ല, ഫതഹിന് പകരം കസ്റാണ്. ഹന്നഉത്തുൽ കാത്തിബാത്തി, ആ എഴുത്തുകാരികളായ സ്ത്രീകളെ ഞാൻ പ്രശംസിച്ചു, എഴുത്തുകാരികളെ ഞാൻ പ്രശംസിച്ചു. അവിടെ ഹന്നഅത്തു എന്നതിന് മഫ്ഊലാണ് കാത്തിബാത്ത്. അപ്പൊ മഫ്ഊല് നസ്ബ വേണ്ടത്. കാത്തിബാത്തി എന്നുള്ളത് മഫ്ഊലും ബിഹി മൻസൂബും ബിൽ കസ്റത്തി. സംശയത്തിന് അവസരം തരാം, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഹന്നഅത്തുൽ കാത്തിബാത്തി എന്ന് പറയുന്നത് അതിന്റെ മഫ്ഊലായിട്ട് വന്നത് കൊണ്ട് കാത്തിബാത്തി എന്നുള്ളതിന് കസ്റത്ത് കൊണ്ട് നസ്ബാണ്. അങ്ങനെ ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബ്, ജെറ്. നസ്ബും ജെറും കസ്റത്ത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇറാബ്. ഇതിനെ ചോദിച്ചാൽ ചോദിച്ചോളൂ, എന്തായിരുന്നു? അവിടെ റഹബത്തി എന്ന് അവിടെ കെസറ് വരണം നിർബന്ധമുണ്ടോ? റഹബത്ത് എന്ന് പറ്റൂല, സുക്കൂന് പറ്റൂല? റഹബത്ത് എന്നേ വരൂ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ മറ്റൊരു നിയമമാണ്, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരൂല. ഒരുമിച്ച് വരുമ്പോൾ തഹല്ലുസിന് വേണ്ടി ഏതെങ്കിലും ഒരു ഹർക്കത്ത് കൊടുക്കണം എന്ന് നിർബന്ധം, രക്ഷപ്പെടാൻ വേണ്ടി. റഹബത്ത്, പിന്നെ അൽ മുസ്ലിമൂനിലെ അലിഫ് കളഞ്ഞാൽ ലാമിന് വരുന്നത് സുക്കൂനാണ്. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരൂല. ഇൽത്തിക്കാഉ സാക്കിനേനി പാടില്ല, മംനു ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കെസ്റോ ഫതഹോ അല്ലെങ്കിൽ റഫ്ഓ ലമ്മോ കൊടുക്കും. സാധാരണഗതിയിൽ വരുന്നത് കെസ്റാണ്. അതിന് പറയുന്ന പേരാണ് തഹല്ലുസിന്റെ കെസ്ർ. ദഹബത്ത് എന്ന് തന്നെയാണ് ചേർത്തി പറയുമ്പോൾ ദഹബത്തിൽ മുസ്ലിമാത്തു എന്ന് പറയുന്നതാണ്. അതിന്റെ പേരാ തഹല്ലുസ്. അപ്പൊ ഇതാണ് ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ്. അത്രേ അതിലുള്ള. ഇങ്ങനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, ഡൗട്ടില്ല ചോദിക്കാം. 4 എണ്ണപ്പം കഴിഞ്ഞു. അസ്മാഉൽ ഖംസ കഴിഞ്ഞു. പറയൂ. ഇപ്പൊ പറഞ്ഞ ഈ ഇറാബിന്റെ ഇതെല്ലാം നോട്ട്സ് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ആ ഗ്രൂപ്പിൽ, അതൊക്കെ ഗ്രൂപ്പിൽ, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഇറാബ് മാത്രം ജസ്റ്റ് വേണമെന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എപ്പോഴും നമുക്കത് നമ്മളെ നോട്ടായിട്ട് വേണമല്ലോ. ഓക്കെ, നമ്മളെ നോട്ടിലുണ്ട്, ബട്ട് സ്പീഡിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടോന്നല്ലോ, ഇതാക്കാൻ വേണ്ടി. അല്ല, നോട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുന്നതേ. കാരണം നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിൽ നമ്മൾ എഴുതിയിട്ട് കാണാതെ പഠിക്കുന്നത്. ഇറാബ് എങ്ങനെ വരും എന്നുള്ളത് ആ ഫറഈയായി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ വന്നാലും തിരിഞ്ഞു പോവാതിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്താവും, തെറ്റിപ്പോകും. ഇത് കണക്റ്റഡ് ആയിട്ട് ധാരാളം ചോദ്യങ്ങൾ വരും. അത് നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാ, അവിടെ ഷാഹത്തു എന്നാണ്, ഞാൻ കണ്ടു എന്നാണ്. കാരണം ഇത് ഹർക്കത്തില്ലാത്തതുകൊണ്ട് ഷാഹദത്ത് എന്ന് വേണമെങ്കിലും ആക്കാം. ശരി, ആൻസർ സി ആണ്. ഷാഹത്തു, ഞാൻ കണ്ടു. ഫിയലും ഫായിലും വന്നു. ഇനി മഫ്ഊൽ അല്ലേ? മഫ്ഊൽ നസ്ബാണ്. ജമ്മു മുഅന്നസ് സാലിമിന് കെസ്റത്ത് കൊണ്ട് നസ്ബാണ്. ഫാമിലാത്തി എന്നേ പറയൂ. 1ഉം 2ഉം തെറ്റാണ്. 4 തൻവീൻ വന്നു, അലിഫ്ലാമിന്റെ കൂടെ തൻവീൻ വരില്ല, അതും തെറ്റാണ്. 3ാമത്താണ് ശരിയായത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോന്ന് കഴിഞ്ഞിട്ടും നമ്മൾ അതിന്റെ ചോദ്യങ്ങൾ പറയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ആയിട്ടല്ലേ വരിക. ഇപ്പൊ ജമ്മു മുദക്കർ സാലിമാണോ ജമ്മു മുഅന്നസ് സാലിമാണോ ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നത് ജമ്മു മുഅന്നസ് സാലിമായി ബന്ധപ്പെട്ടത് മാത്രം. അപ്പൊ ജമ്മു മുഅന്നസ് സാലിം കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് ആൻസർ പറയാം. ഈ രണ്ടൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് ഫതഹത്ത് വരൂല. ജമ്മു മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ട് റഫ്, കെസ്റത്ത് കൊണ്ട് നസ്ബും ജെറും. ഇപ്പൊ നസ്ബാണെങ്കിലും കെസ്റാണ്, ജെറാണെങ്കിലും കെസ്റാണ്, റഫ് ആണ് ലമ്മാണ്. ഫതഹത്ത് വരുന്ന ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. എന്നിട്ടും ഫതഹത്ത് ചെയ്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കാം. രണ്ട്,
ഓക്കെ, ഈ എന്നൊക്കെ പറയുന്നത് ആരാണ്? ഫത്തയാത്തു രണ്ടാണ് ശരിയായത്. അൽ ഫത്തയാത്തു എന്നത് മുബത്തതയാണ്. ആ മുബത്തതക്ക് റഫ് വേണല്ലോ. ഒന്നാമത്തത് റഫ് അല്ല, മൂന്നാമത്തതുമല്ല, 2ഉം 4ഉമാണ് റഫ് ആയിട്ട് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ തൻവീൻ വരില്ല. അപ്പൊ അൽ ഫത്തയാത്തുൻ എന്ന് പറയില്ല, അൽ ഫത്തയാത്തു എന്നേ പറയൂ. അപ്പോ അൽ ഫത്തയാത്തു മുജ്തഹിദാത്തുൻ എന്നുള്ളതാണ് ശരിയായത്. മൂന്ന്, യൽഅബ് മുഹമ്മദുൻ ബിൽ, മുഹമ്മദ് ബോളുകളെ കൊണ്ട് കളിക്കുന്നു. ഖുറത്തുൻ ജംഉ ഖുറാത്ത്. വെരി ഗുഡ്, പല ആളുകളും ശ്രദ്ധിച്ചു, അതുകൊണ്ട് ശരിയായിട്ടുമുണ്ട്. 4-മത്താണ് ശരി, കാരണം ജെറ് വന്നു, ജെറ് കസ്രത്ത് കൊണ്ട് തന്നെയാണ്. അപ്പൊ 4-മത്താണ് ബിൽ ഖുറാത്തി എന്നുള്ളതാണ് ശരിയായത്. ഇത്രയുമാണ് ജമ്മു മുഅന്നസ് സാലിമുമായി ബന്ധപ്പെട്ട്. ഇനി അതിന്റെ 1-2 ഇഅ്റാബുകളും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ശ്രദ്ധിക്കാം, ഖുർആനൊക്കെ ഓതുമ്പോൾ അമിലുസ് സ്വാലിഹാത്തി, കാരണം അമിലു എന്നതിന്റെ ഫിഅലും ഫായിലും വന്നു, അതിന്റെ മഫ്ഊലാണ്, അത് കസ്റത്ത് കൊണ്ട് നസ്ബ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്തി, ഖുർആനിൽ 1-ആയത്താണ്. ഇന്നൽ ഹസനാത്തി, ഇന്നയുടെ ഇസ്മാണ്, ഇസ്മിൻ നസ്ബ് വേണം, അപ്പൊ നസ്ബ് കസ്റത്ത് കൊണ്ടാണ് ഹസനാത്തി. യുദ്ഹിബിന, അത് ഇല്ലാതെയാക്കും, അപ്പൊ ഫിഅലും ഫായിലും അവിടെ ഉണ്ട്. ഇനി മഫ്ഊലാണ്, മഫ്ഊലിന് നസ്ബ് വേണം, അപ്പൊ സയ്യിആത്തി, നന്മ തിന്മയെ ഇല്ലായ്മ ചെയ്യും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്തി എന്നാ പറയാം. നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്തുകളാണ്, പ്രസംഗിക്കാൻ പോലും ഓതുന്ന ആയത്തുകളാണ്. ഇഅ്റാബ് എന്താന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വിട്ടുവന്നത്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹ്, വമൻ യുഅല്ലിം, ആരെങ്കിലും ബഹുമാനിച്ചാൽ, ഫിഅലും ഫായിലും വന്നു, ഹുറുമാത്തി മഫ്ഊലാണ്, അതിന് കസ്റത്ത് കൊണ്ട് നസ്ബ്. അവസരം തരാം, അത് കഴിഞ്ഞിട്ട്. വഹുവല്ലദി അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ, അവനാണ് അൻശഅ നിർമ്മിച്ചവൻ, അവിടെ ഫിഅലും ഫായിലും ഉണ്ട്, അതിന്റെ മഫ്ഊലാണ് ജന്നാത്തിൻ, അതിന്റെ സിഫത്താണ് മഅറൂശാത്തിൻ, 2നും നസ്ബാണ്, 2നും കസ്റത്ത് കൊണ്ട് നസ്ബ് കിട്ടി. ഇതൊക്കെ ജമ്മു മുഅന്നസ് സാലിമിന് വരുന്നതിന് ഉദാഹരണങ്ങളാണ്. ഇനി ആരാ ചോദിച്ചത്? ഞാൻ സമയം തരുമ്പം ചോദിക്കാം, അതേപോലെ പറഞ്ഞോളൂ. ഇന്നൽ ഹസനാത്തി കഴിഞ്ഞിട്ട് യദ്ഹബിന സയ്യിആത്തു എന്നല്ലേ? സയ്യിആത്തിന യുദ്ഹിബിന, എങ്ങനെ യദ്ഹബിന എന്ന് വായിക്കുന്നത്? ഖുർആനാണ്, തിരിച്ചോദരുത്. ദഹബ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി എന്നല്ലേ? ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലേ? അതെ അതെ. അദ്ഹബ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് അദ്ഹബു, അദ്ഹബ അഫ്അല രൂപത്തിലേക്കാക്കിയാൽ, ഫഅല എന്ന ലാസിമായതിനെ ഫഅല എന്നോ അഫ്അല എന്നോ ആക്കിയാൽ മുതഅദ്ദിയാക്കാൻ വേണ്ടിയാണെന്നൊക്കെ നഹ്വുൽ വാദി തന്നെ പറയുന്നുണ്ടല്ലോ. അദ്ഹബ എന്ന് പറഞ്ഞാൽ പോക്കി എന്നാണ്. അദ്ഹബയുടെ മുദാരിയാണ് യുദ്ഹിബ്, പോക്കുക. അപ്പൊ ഇന്നൽ ഹസനാത്ത്, തീർച്ചയായും നന്മ, യുദ്ഹിബിന, അത് പോക്കിക്കളയും, പോകുമെന്നല്ല, യുദ്ഹിബിന, അത് നീക്കം ചെയ്യും, പോക്കും. എന്തിനെ പോക്കും? അസയ്യിആത്തി. യദ്ഹബിന എന്ന് വായിച്ചു കഴിഞ്ഞാലേ മഫ്ഊല് വരാൻ പറ്റൂല, ലാസിമാണ് ദഹബ. മഫ്ഊല് വരണമെങ്കിൽ അതിനെ അഫ്അല നാക്കണം, അങ്ങനെയാണ് യുദ്ഹിബിന നാക്കിയത്. ഓക്കെ, അപ്പൊ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി. സാർ, അതിന്റെ ഇന്നയുടെ ഖബറല്ലേ യുദ്ഹിബിന സയ്യാത്തി എന്നുള്ളത്? ജുംല, ആ ജുംല ഖബറായിട്ട് വരിക, ആ ജുംല ഖബറാണ്, മഹല്ല് റഫ്ആണ്. അതെ. ഓക്കെ ആണോ? 4 കഴിഞ്ഞു. ഫറഇയായ ഇഅ്റാബിന്റെ കൂട്ടത്തിൽ 4 കഴിഞ്ഞു. 5ഉം 6ഉം കൂടി എങ്കിൽ നമുക്ക് എടുക്കണം, 7 പറ്റിയാൽ. ഓക്കെ, ഇനി മുദാരി മുഅത്തല്ലായത്, അവസാന മുഅത്തല്ലായ മുദാരിയ. ഇല്ലത്തിന്റെ അക്ഷരം നമുക്കൊക്കെ അറിയാം, അലിഫ് വാവ് യാ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവസാനം വന്ന മുദാരിയാണ് അവസാന മുഅത്തല്ലായ മുദാരിയായ ഫിഅൽ എന്ന് പറയാം. അപ്പൊ അലിഫ് വന്നതും ഉണ്ടാവാം, വാവ് വന്നതും ഉണ്ടാവാം, യാ വന്നതും ഉണ്ടാവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മുദാരിയാണ് യഖ്ഷ, യർമി, യദ്ഉ. 3 ഫിഅൽ ഞാൻ ഇവിടെ കൊടുത്തു. യഖ്ഷ എന്നത് അലിഫ് കൊണ്ട് മുഅത്തല്ലായതാണ്, യർമി എന്നത് യാ വന്നതാണ്, യദ്ഉ എന്നത് വാവ്. യഖ്ഷ എന്നത് എഴുതുന്നത് യാഇന്റെ രൂപത്തിലാണെങ്കിലും അത് അലിഫാണ്. രണ്ടാമത്തത് പിന്നെ
യാ ഉള്ളതാണ്, മൂന്നാമത്തത് വാവുള്ളതാണ്. ഇങ്ങനെ അലിഫ് കൊണ്ട് മുഴത്തല്ലായതുകൊണ്ട്, യാ കൊണ്ട് മുഴത്തല്ലായതുകൊണ്ട്, വാവ് കൊണ്ട് മുഴത്തല്ലായതുകൊണ്ട്. ഞാൻ മൂന്നും വേറെയായിട്ട് പറയുന്നത് മൂന്നിന്റെയും ഇഅ്റാബ് വ്യത്യാസം വരുന്ന ഏരിയ ഉള്ളത് കൊണ്ടാണ്. നോക്കാം. അപ്പൊ ഇങ്ങനെ വരുന്ന മുദാരിയായ ഫിഅൽ ഇഅ്റാബ്, ഒന്ന് റഫ്. മുദാരിക്ക് റഫും നസ്ബും ജസ്മുമാണല്ലോ വരിക. റഫ് മുഖദ്ദറത്തായ റമ്മത്ത് കൊണ്ടാണ്. അത് അലിഫുള്ളതാണെങ്കിലും ശരി, യാ ഉള്ളതാണെങ്കിലും ശരി, വാവുള്ളതാണെങ്കിലും ശരി, മൂന്നിലും ഒരുപോലെയാണ് ഇഅ്റാബ്, മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ഇപ്പൊ യഖ്ശൽ ആബിദു റബ്ബ, യർമി തിഫ്ലുൽ ഹജറ, യദുഉൽ മുസ്ലിമു ഇലാഹ. ഇവിടൊക്കെ യഖ്ശ, യർമി, യദുഉ തുടങ്ങിയ ഫിഅലുകളെല്ലാം മർഫു ആയ ഫിഅലുകളാണ്. കാരണം മുളാരിയായ ഫിഅലിന് നസ്ബ് കിട്ടണമെങ്കിൽ നസ്ബിന്റെ അദാത്ത് വരണം, ജസ്മ് കിട്ടണമെങ്കിൽ ജസ്മിന്റെ അദാത്തുകൾ വരണം. നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ മുളാരിയായ ഫിഅൽ ഹുലുവ് കൊണ്ട് റഫ് എന്നാണ് പറയുക, അത് മർഫു ആയിരിക്കും. അപ്പൊ ഇവിടെ കാണുന്ന മൂന്ന് ഫിഅലിന്റെയും മുൻപേ നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് അവകളെല്ലാം മർഫു ആയ മുളാരിയായ ഫിഅലാണ്. റഫ് അവിടെ അങ്ങനെ ഓരോരുത്തരും റേഞ്ച് പോയാൽ വീണ്ടും വീണ്ടും പറയാനേ ശ്രദ്ധിക്കാം. നോക്കാം ഇൻഷാല്ലാ. ഈ അവസാനം മുഅ്തല്ലായ ഫിഅല് യാ കൊണ്ട് മുഅ്തല്ലായതും വാവ് കൊണ്ട് മുഅ്തല്ലായതും അലിഫ് കൊണ്ട് മുഅ്തല്ലായതും ഉണ്ട്. അതിനൊക്കെ റഫ് ലഭിക്കുന്നത് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. അപ്പൊ യഖ്ശ എന്നത് ഫിഅല് മുളാരിയും മർഫൂഉം ബിൽ ലമ്മത്തിൽ മുഖദ്ദറ, യർമി എന്നതും അങ്ങനെ തന്നെ, യദുഉ എന്നതും ഒക്കെ മർഫൂഉം ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. അപ്പൊ റഫ് ലഭിക്കുന്നത് മൂന്നിനും മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ഇത് ഫസ്റ്റ് ഇയർ. ഇനി ജസ്മ് നോക്കാം. ജസ്മ് മൂന്നിനും ഒരുപോലെയാണ്. ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയണം ജസ്മിന് വേണ്ടി. ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയും. അലിഫ് ഉള്ളതാണെങ്കിലും കളയും, വാവ് ഉള്ളതാണെങ്കിലും കളയും, യാ ഉള്ളതാണെങ്കിലും കളയും. ലം യഖ്ശൽ കാഫിർ റബ്ബ, ലം യർമി തിഫ്ലുൽ ഹജറ. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ. ലം യദുഉൽ ജാഹിദു റബ്ബ, ഇവിടെ ലം 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 വന്നു. അപ്പൊ യഖ്ശ എന്നുള്ളതിന് ലം യഖ്ശ, യാവിനെ കളഞ്ഞു, അലിഫിനെ കളഞ്ഞു. ലം യർമി, യാവിനെ കളഞ്ഞു. ലം യദുഉ, വാവിനെ കളഞ്ഞു. എന്തുകൊണ്ട്? ലമ്മ് വന്നാൽ അല്ലെ ജസ്മിന്റെ അദാത്ത് വന്നു കഴിഞ്ഞാൽ മുഅ്തല്ലായ മുളാരിയായ ഫിഅലിൽ ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയൽ കൊണ്ടാണ്. അപ്പൊ റഫ് എങ്ങനെ? മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട്. ജസ്മ് എങ്ങനെ? ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയൽ കൊണ്ട്. ഇനി നസ്ബും കൂടി നോക്കിയാൽ ഇറാബ് കഴിയും. നസ്ബിലാണ് ഞാനിങ്ങനെ വേർതിരിച്ച് അലിഫ് കൊണ്ട് മുഅ്തല്ലായത് വാവ് കൊണ്ട് യാ കൊണ്ട് പറയാനുള്ള കാരണം തന്നെ നസ്ബ് വേണ്ടിയിട്ടാണ്. നസ്ബ് അലിഫ് കൊണ്ട് മുഅ്തല്ലായ ഫിഅലാണെങ്കിൽ നസ്ബ് മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ്. നമ്മൾ റഫ് പറഞ്ഞതുപോലെ തന്നെ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ് അലിഫ് കൊണ്ട് മുഅ്തല്ലായ യഖ്ശ പോലെയുള്ള ഫിഅല്. എന്നാൽ യാ കൊണ്ടോ വാവ് കൊണ്ടോ മുഅ്തല്ലായ ഫിഅലാണെങ്കിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടുമാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. നസ്ബ് ലഭിക്കുന്നത് മുഅ്തല്ലായ മുളാരിയായ ഫിഅൽ നസ്ബ് ലഭിക്കുന്നത് മൂന്ന് തരത്തിൽ മുഅ്തൽ ഉണ്ടെന്ന് പറഞ്ഞു. അലിഫ് കൊണ്ട് മുഅ്തല്ലായത്, വാവ് കൊണ്ട് മുഅ്തല്ലായത്, യാ കൊണ്ട് മുഅ്തല്ലായത്. നസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ട് മുഅ്തല്ലാണെങ്കിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ട്. നസ്ബ് യാ കൊണ്ടോ വാവ് കൊണ്ടോ മുഅ്തല്ലായതാണെങ്കിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടുമാണ് നസ്ബ് ലഭിക്കുക. മ്യൂട്ട് ചെയ്യടാ. ലൻ യഖ്ശൽ കാഫിറു റബ്ബ, ഇവിടെ ലന്ന് വന്നു, യഖ്ശ എന്നത് നസ്ബ് കിട്ടണം. ലൻ യർമിയ, ലൻ യദ്ഉവ. ഒന്നാമത്തെ യഖ്ശ എന്നത് അലിഫ് കൊണ്ട് മുഅ്തല്ലാണ്, അത് മൻസൂബും ബിൽ ഫതഹത്തിൽ മുഖദ്ദറ എന്നാണ് പറയുക. അലിഫ് കൊണ്ട് മുഅ്തല്ലായതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ്. എന്നാൽ രണ്ടാമത്തെ യാ കൊണ്ട് മുഅ്തല്ലായതും മൂന്നാമത്തെ വാവ് കൊണ്ട് മുഅ്തല്ലായതിലും ലാഹിറായ, അവിടെ ലൻ യർമി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ലൻ യദ്ഉ എന്ന് പറഞ്ഞാലും തെറ്റാണ്. ലൻ യർമിയ, ലൻ യദ്ഉവ എന്ന് ലാഹിറായ ഫതഹത്ത് കൊണ്ടും പറയണം. അപ്പൊ ഒന്നും കൂടി പറയാ. റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ് മൂന്നിലും. മൂന്നിലും എന്ന് പറഞ്ഞാൽ അലിഫ് കൊണ്ട് മുഅ്തല്ലായതിലും വാവ് കൊണ്ട് മുഅ്തല്ലായതും യാ കൊണ്ട് മുഅ്തല്ലായതും. ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയലാണ് മൂന്നിലും. നസ്ബിലാണ് പരസ്പരം വ്യത്യാസമുള്ളത്. നസ്ബ് അലിഫ് കൊണ്ട് മുഅ്തല്ലായതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടും യാ കൊണ്ടോ വാവ് കൊണ്ടോ മുഅ്തല്ലാണെങ്കിൽ സാധാരണ പോലെ ലാഹിറായ ഫതഹത്ത് കൊണ്ടുമാണ് ഇറാബ് എന്നുള്ളതാണ് അവസാനം മുഅ്തല്ലായ മുളാരിയായ ഫിഅൽ ഇറാബ്. ഇനി ക്ലിയർ അല്ലേ? ചോദിച്ചോളൂ. ഞാൻ അത്രയും
റഫ് മൂന്നിലും മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. യഹ്ഷ എന്ന് പറയുമ്പം മർഫൂ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. യർമി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇതാണ് മുഅത്തല്ലായ മുളാരിയായ ഫിഅലിന്റെ ഇറാബ്. ഇനി അതിന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്ലിയർ ആണെങ്കിൽ ഞാൻ ചോദ്യം ഒന്നും ചോദിക്കാതെ അങ്ങനെ പോയിന്നേ ഉള്ളൂ. വളരെ സാവധാനത്തിലാണ് പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. ചോദ്യത്തിലേക്ക് കടക്കാം. 1. ഓക്കെ, ഭൂരിപക്ഷ ആൾക്കാരും ബി പറഞ്ഞു. എയും ഡിയും പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കുക. ലമ്മാണ് വന്നത്. യറാ എന്നത് മുളാരി മുഅത്തല്ലായ ഫീലാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതല്ലേ, ആ നിയമം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി തെറ്റിയവര്. മുഅത്തല്ലായ മുളാരിയായ ഫീലിന് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളഞ്ഞുകൊണ്ട് ആ ജസ്മ്. അപ്പൊ രണ്ടാമത്തെ ലം യറ മുഹമ്മദുൻ അഹദൻ എന്നുള്ളതാ ശരി. യറാ എന്ന് പറയൂല, യർ എന്നുമല്ല, യറ. ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയണം. അടുത്തത് ഉഹിബ്ബു അൻ യസ്മു അൽ ഇൻസാനു ബി അഖ്ലാഖി. അവിടെ യസ്മു എന്നതിന്റെ ഇറാബ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച നിയമം ഒന്ന് ആലോചിച്ച് ആൻസർ ചെയ്യാം. സി ഉണ്ട്, ബി ഉണ്ട്, ഡി വന്നു. ഓക്കെ, സി ഇവിടെ കൊടുത്ത എന്താ? സിയും ഡി ഒക്കെ പറഞ്ഞവരുണ്ടല്ലോ. യസ്മു എന്നത് മൻസൂബിൽ വാവ് എന്നല്ലേ? നമ്മൾ മുളാരിയായ ഫിഅലിന് വാവ് കൊണ്ട് നസ്ബ് എന്നത് പഠിച്ചിട്ടുണ്ടോ? മുഅത്തല്ലായ എന്തുകൊണ്ട് അത് പറഞ്ഞു പോകുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. വാവ് കൊണ്ട് റഫ് എന്ന് പഠിച്ച് നമ്മൾ ഏതിനാണ്? ജമ്മു മുദക്കർ സാലിമോ അല്ലെങ്കിൽ അതുപോലത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ, അസ്മാഉൽ ഹംസക്കോ? ഇത് മുഅത്തല്ലായ സമാ യസ്മു എന്ന മുഅത്തല്ലായ മുളാരിയായ ഫിഅലല്ലേ? ഇവിടെ യസ്മു എന്നത് മൻസൂബുൽ ഫതഹത്തി എന്നതാണ് ശരിയായത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, മുഅത്തല്ലായ മുളാരിയായ ഫിഅൽ നസ്ബ് കിട്ടുന്നത് അലിഫ് കൊണ്ട് മുഅത്തല്ലായതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടും, വാവ് കൊണ്ടോ യാ കൊണ്ടോ മുഅത്തല്ലാണെങ്കിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടാണ്. യസ്മു എന്നത് വാവ് കൊണ്ട് മുഅത്തല്ലായ ഫിഅലാണ്. ഐ യസ്മുവ എന്നാണ് പറയുക. അത് ഫതഹത്ത് മൻസൂബ് സാദാ ലാഹിറായ ഫതഹത്ത് കൊണ്ടാണ്. ഇനി ലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. നമ്മൾ എപ്പോഴും ആയത്ത് ലാ തദ്ഉ. ലാ എന്നത് നഹിയുടെ ലാമാണ്, ജസ്മ് ചെയ്യും. തദ്ഉ എന്നുള്ള വാവിനെ കളഞ്ഞുകൊണ്ട് ജസ്മാണ് ഇല്ലത്തിന്റെ അക്ഷരമായതുകൊണ്ട് തദ്ഉ എന്ന് പറയുന്നത്. ലാ തദ്ഉ. എന്താ കൺഫ്യൂഷൻ ആവാൻ കാരണം? ആരോ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ മുഅത്തല്ലായ മുളാരിന്റെ ആണോ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാം കൂടി ആയപ്പോ കൺഫ്യൂഷൻ ആയതോ? നേരത്തെ പറഞ്ഞില്ലേ നസ്ബ് ബാക്കി ഇറാബ് ഒന്ന് പറഞ്ഞിരുന്നു സർ. ഏതിന്റെ നേരത്തെ പറഞ്ഞാൽ ഇന്നതും പറയും. അപ്പൊ നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞില്ലേ? മുഅത്തല്ലായ മുളാരിയായ ഫിഅൽ അതല്ലേ വേണ്ടത്? അതെ അതെ അതെ. മുഅത്തല്ലായ മുളാരിയായ ഫിഅൽ റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയലാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയും. നസ്ബോ, നസ്ബിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത്. അലിഫ് സ്ലൈഡ് കാണിക്കാൻ വേണ്ടി നസ്ബ് കിട്ടുന്നത് ഇവിടെ 3 സ്ഥലത്തിൽ മുളാരിയായ ഫിഅൽ മർഫൂ ആണ്. മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ഇതൊക്കെയാണോ? യഖ്ഷ, യർമി, യദ്ഉ. ഇത് 3ഉം മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്അ. 3ഉം 3 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഏതാണ് ഈ 3 എന്ന്. അലിഫ് ഉള്ളത്, യാ ഉള്ളത്, വാവ് ഉള്ളത്. അതാണല്ലോ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ.
രണ്ടാമത്തെ ജസ്മ് എല്ലാത്തിലും ഇല്ലത്തിന് ശേഷം കളയലാണ്. മൂന്നിലും യക്ഷയിൽ അലിഫ് കളഞ്ഞു, യർമിയിലെ യാ കളഞ്ഞു, യദൂല വാവ് കളഞ്ഞു. ചോദിച്ചവർക്ക് ക്ലിയർ ആണോ? ആണെങ്കിൽ അടുത്തേക്ക് പോകാനാ. ഓക്കെ. നെസ്ബിൽ ചെറിയ വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞാൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നെസ്ബ് അലിഫുള്ളതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടാണ്, അലിഫ് കൊണ്ട് മുഅത്തലായത്. എന്നാൽ വാവോ യാ ഉള്ളതിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടാണ്. ലൻ യഖ്ഷ അവിടെ അലിഫ് ഫതഹ് മുഖദ്ദറാണ്. എന്നാൽ ലൻ യർമിയ ലൻ യദ്ഉവ. അതുപോലെയാണ് ഇപ്പൊ ചോദിച്ച ഉദാഹരണത്തിൽ വന്നത്. അന്ന് വന്നു, അന്ന് നെസ്ബ് ചെയ്യുന്നതാണ്. അൻ യസ്മുവ, ഇപ്പൊ യദ്ഉവ എന്ന് പറഞ്ഞതുപോലെ അൻ യസ്മുവ എന്ന് പറയണം. അതായത് ചോദ്യത്തിൽ വന്നത്. ക്ലിയർ ആണോ? അപ്പൊ സൈദിൽ ജെറുണ്ടാവില്ല മോളെ, ഫിയലിന് ജെറുണ്ടാവോ? ഇസ്മിന്റെ ഇറാബുകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 5 എണ്ണം ഇസ്മിലും 2 എണ്ണം ഫിയലിലുമാണ് പറയുക ഇറാബ്. ഫിയലിന്റെ കൂട്ടത്തിൽ 2 എണ്ണം വരുന്നതാണ്. ഒന്ന് മുഅത്തലായ മുളാരിയായ ഫിയലും ഒന്ന് അഫ്ആലുൽ ഖംസയും. അതിന് റഫ്ഇ നസ്ബ് ജസ്മേ ഉണ്ടാകും. എന്നാൽ ബാക്കി 5 എണ്ണം ഇസ്മിൽപ്പെട്ടതാണ്. അതിന് റഫ്ഉം നസ്ബും ജെറുമേ ഉണ്ടാവും, ജസ്മ ഉണ്ടാവില്ല. അല്ലെ? ഫിയലിനും ഇസ്മിനുമുള്ള ഇറാബാണ് റഫ്ഉം നസ്ബും. എന്നാൽ ജസ്മ് ഫിയലിന്റെ മാത്രം പ്രത്യേകതയാണ്, ജെറ് ഇസ്മിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണല്ലോ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ യത്ലു അലൈഹിം. അവിടെ യത്ലു എന്നുള്ള ഫിയല് തലാ യത്ലു, അത് മുളാരിയായ ഫിയലാണ്. വാവ് കൊണ്ട് റഫ്ആയ. അവിടെ നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വരാത്തത് കൊണ്ട് മർഫു ആണ്. റഫ് എങ്ങനെ കിട്ടുന്ന പറഞ്ഞത്? മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട്. അപ്പൊ യത്ലു എന്നത് ഫിയല് മുളാരിയുൻ മർഫൂൻ ബിൽ ദമ്മത്തിൽ മുഖദ്ദറ എന്ന് പറയാം. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ. ലൻ നദ്ഉ, നദ്ഉ എന്നാണ് ഫിയൽ. ദആ യദ്ഉ, അതിനെ നദ്ഉ. ലന്ന് വന്നപ്പോൾ നസ്ബ് കിട്ടണം. നദ്ഉവ എന്ന് ലാഹിറായ ഫതഹത്ത് കൊണ്ട് നസ്ബ് കിട്ടി. കാരണം നമ്മൾ പഠിച്ചത് നസ്ബ് അലിഫുള്ളതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടും യാഓ വാവോ ഉള്ളതിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടുമാണ്. ഇവിടെ വാവുള്ളത് കൊണ്ട് ലൻ നദ്ഉവ എന്ന് തന്നെ പറയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ലം വന്നു, തറാ എന്നാ ഉണ്ടാവുക. ജസ്മിന് ഇല്ലത്തിന് അക്ഷരത്തിനെ കളയണം എന്നാണ്. അലം തറ യാ ഉണ്ടാവില്ല, അലിഫ് ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതോടുകൂടി മുളാരിയായ മുഅത്തലായ ഫീലും കഴിയും. ക്ലിയർ ആണോ? ഇനി അതിൽ ഡൗട്ട് ഉണ്ടെ ചോദിച്ചോളൂ. അടുത്തതിലേക്ക് കിടക്കണം. 6ാമത്തെ 6 കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, ഇനി 6ാമത്തെ ഫർഇയായ ഇറാബാണ് അഫ്ആലുൽ ഖംസ. അഫ്ആൽ ഖംസ എന്ന് പറയുന്നത് 5 ഫിഅലുകളാണ്. മുളാരിയായ ഫിഅലുകളെ കൂട്ടത്തിൽ നമ്മൾ സർഫാക്കുന്ന സമയത്ത് യഫ്അലു, യഫ്അലാനി, യഫ്അലൂന എന്ന് പറഞ്ഞ് 14 രൂപങ്ങളുള്ളതിൽ 5 പാറ്റേൺ ഉണ്ട്. യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ 5 എണ്ണത്തിനാണ് അഫ്ആൽ ഖംസ എന്ന് പറയാം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, തഫ്അൽന, അഫ്അലു, നഫ്അലു എന്ന് പറയുന്ന 14 രൂപത്തിൽ വരുന്ന യഫ്അലാനി എന്നതും തഫ്അലാനി എന്നതും യഫ്അലൂന എന്നതും തഫ്അലൂന എന്നതും തഫ്അലീന എന്നും പറയുന്ന 5 എണ്ണമാണ് അഫ്ആലുൽ ഖംസ എന്നറിയപ്പെടുന്നത്. ഈ ഫിഅലുകൾക്ക് മുളാരിയാണ്. ഇതിന് നസ്ബും റഫ്ഉം ജസ്മും വരണം. അതെങ്ങനെയാണെന്ന് പഠിക്കാൻ പോകും. റഫ് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട്, നൂന് കൊണ്ട് റഫ് ബിസുബൂത്തി നൂനി എന്നാ പറയാം. അപ്പൊ റഫിന്റെ സമയത്താണ് നൂൻ ഉണ്ടാവുക. ഈ ഉദാഹരണങ്ങളൊക്കെ നോക്കാം. ഒന്ന് യഫ്അലാനി രൂപത്തിൽ, 2 തഫ്അലാനി രൂപത്തിൽ, ഓരോന്നിനും ഉദാഹരണം കൊടുത്തു. എല്ലാം ഒരുപോലെ തന്നെ ഇറാബ്. അവിടെ റെഡ് കളറിൽ കൊടുത്തു യദ്ഹബാനി, തർജിയാനി, യദുർസൂന, തക്തുബൂന, തഅ്കുലീന. ഇതൊക്കെ അഫ്ആൽ ഖംസയിൽ പെട്ടതാണ്. യദ്ഹബു, യദ്ഹബാനി എന്ന് പറയുന്നത്, തർജിഉ, യർജു, യർജിയാനി, യർജിഊന, തർജു, തർജിയാനി എന്ന് വരുന്ന രൂപം. യദുറുസൂന എന്നുള്ളത് യദുറുസു, യദുറുസാനി, യദുറുസൂന എന്ന് പറയുന്നത്. തക്തുബൂന എന്നത് യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന, തക്തുബു, തക്തുബാനി, തക്തുബൂന. തഅ്കുലൂന എന്നത് യഅ്കുലു, യഅ്കുലാനി, യഅ്കുലൂന, തഅ്കുലു, തഅ്കുലാനി, യഅ്കുൽന, തഅ്കുലു, തഅ്കുലാനി, തഅ്കുലൂന, തഅ്കുലീന എന്ന് വരുന്ന രൂപം. അങ്ങനെ
അതിൽ വരുന്ന ആ ഒന്ന് ദഹബ യദ്ഹബുല്, മറ്റൊന്ന് യർജിഉല്, മറ്റൊന്ന് യദ്റുസൂല്, മറ്റൊന്ന് യക്തുബൂല്, മറ്റൊന്ന് യക്കുലൂല്. ഈ 5ലും വരുന്ന അഫ്ആൽ ഖംസയുടെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ യദ്ഹബാനി എന്നതും തർജിയാനി എന്ന് പറഞ്ഞ ഈ 5എണ്ണവും ഇവിടെ നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വരാത്തത് കൊണ്ട് റഫ് ആണല്ലോ. കാരണം നെസ്ബിന്റെയും ജസ്മിന്റെയും അദാത്ത് വന്നിട്ടില്ല. ഇവിടെ എങ്ങനെ റഫ് കിട്ടി? ബി സുബൂത്തിൻ നൂനി. യദ്ഹബാനി മർഫൂം ബി സുബൂത്തിൻ നൂനി, തർജിയാനി മർഫൂം ബി സുബൂത്തിൻ നൂനി. കാരണം അതൊക്കെ അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. ഈ നസ്ബ് വരുമ്പോഴും ജസ്മ് വരുമ്പോഴും നൂനിനെ കളയണം. ഹദ്ഫ് നൂന് കൊണ്ടാണ് നസ്ബും ജസ്മും. ഇവിടൊക്കെ അതേ ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലെന്ന് വന്നു, ലൻ യദ്ഹബ, ലൻ തർജിയ, ലൻ യദ്റുസു. ലെന്ന് വന്നാൽ നസ്ബ് കിട്ടണല്ലോ. യദ്ഹബാനി എന്നുള്ളതിനെ നൂനെ കളഞ്ഞു. മാറിപ്പോയത് നേരത്തെ തസ്നിയന്റെ നൂനെ കളഞ്ഞ് മുലാഫായിട്ട് വരുമ്പോഴേ അത് ഇസ്മാണേ, അതും ഇതും ബന്ധല്ല. ഇനി ഏതെങ്കിലും ഒരു നൂനെ കളഞ്ഞ് കാണുമ്പോൾ അത് തസ്നിയാന്ന് ചാടി എഴുതരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് ഫിഅലാണ്, അഫ്ആൽ ഖംസയാണ്. അങ്ങനെയൊക്കെ പല ആളുകൾക്കും തെറ്റി പോവാറുണ്ട്. അപ്പൊ ഇവിടെ നൂനെ കളയൽ കൊണ്ട് നസ്ബാണ് ലെന്ന് വന്നത് കൊണ്ട്. ഇനി ജസ്മും അങ്ങനെ തന്നെ നൂനെ കളയും. ലമ്മ് വന്നാലും ഇതേപോലെ ലം യദ്ഹബ, ലം തർജിഅ, ലം യദ്റുസു, ലം തക്തുബു, ലം തഅകുലി. അവിടെ യദ്ഹബ എന്നുള്ളത് ഫിഅൽ മുളാരിഉൻ മജ്സൂം ബിഹദ്ഫിൻ നൂനി, തർജിഅ എന്നത് ഫിഅൽ മുളാരിഉൻ മജ്സൂം ബിഹദ്ഫിൻ നൂനി എന്നാണ് പറയുക. നൂനെ കളഞ്ഞുകൊണ്ട് ജസ്മാകുന്നു. ഇതാണ് അഫ്ആൽ ഖംസയുടെ. അപ്പോൾ യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന, തഫ്അലീന എന്നീ 5 പാറ്റേണിൽ വരുന്നതാണ് അഫ്ആൽ ഖംസ എന്ന് പറയുക. അത് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്ഉം നൂനിനെ കളയൽ കൊണ്ട് നസ്ബും ജസ്മും എന്നുള്ളതാണ്. എന്റെ ഡൗട്ടിനെ ചോദിച്ചോളൂ. ക്ലിയർ ആണെങ്കിൽ ചോദ്യത്തിലേക്ക്. കാരണം ചോദ്യത്തിൽ കടന്നിട്ട് പിന്നെ മുൻപത്തെ സ്ലൈഡ് എടുക്കുന്നതിനേക്കാൾ ഡൗട്ടിന്റെ ഇപ്പം ചോദിക്കാണ് നല്ലത്. ഓക്കെ, ആസിയ പറയോ, അതും പറഞ്ഞോ. സാറേ ഒന്നുകൂടെ ഒന്ന് പറയൂ. അഫ്ആൽ ഖംസ എന്താണെന്ന് മനസ്സിലായോ? ചോദിച്ചാക്ക് മനസ്സിലായോ? അഫ്ആൽ ഖംസ എന്താണെന്നല്ല, ഇറാബാണോ മനസ്സിലാവാത്തത്? ഏതാ പറയേണ്ടത്? ഇറാബ് മനസ്സിലാവാത്തത്. അഫ്ആൽ ഖംസ മനസ്സിലായല്ലോ. യഫ്അലാനി ആ പറയുന്ന 5 എണ്ണം. ഇറാബ് റഫ്ഇന്റെ സമയത്ത് നൂൻ ഉണ്ടാവും, നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്. നസ്ബിന്റെയും ജസ്ബിന്റെയും സമയത്ത് നൂനിനെ കളയും, ഹദ്ഫ് നൂന് കൊണ്ട് നസ്ബ്, ഹദ്ഫ് നൂന് കൊണ്ട് ജസ്ബ്. യഫ്അലാനി എന്ന് പറയും റഫ്ഇന്റെ സമയത്ത്, യഫ്അലാ എന്നേ പറയും നസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത്. തഫ്അലാനി എന്ന് പറയും റഫ്ഇന്റെ സമയത്ത്, തഫ്അല എന്നേ പറയും നസ്ബിന്റെയും സമയത്ത്. ക്ലിയർ ആണോ? മനസ്സിലായി. ഇനി ചോദ്യം. ബാഹിജ ഒരാളും കൊണ്ടല്ലേ അൻതുമ തദ്റുസാനി എന്നാണ് ശരിയായത്. കാരണം അൻതുമ എന്ന് പറയുന്നു, അതിനുശേഷം വരുന്നത് മർഫു ആണ്. കാരണം അൻതുമ എന്ന് ശേഷം പിന്നെ വരുന്ന അവിടെ നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തൊന്നും മുളാരിയായ ഫീൽ വന്നിട്ടില്ല. അപ്പൊ തദ്റുസാനി എന്നുള്ളതാണ് ശരിയായത്. പിന്നെ അൻതുമ എന്നാണ്. അപ്പൊ തദ്റുസൂന പറ്റൂല, 2 പേരല്ലേ. അപ്പൊ അൻതുമ തദ്റുസാനി ഫിൽ കുല്ലിയ എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ശരി ആൻസർ യദ്ഹബൂനാണ്.
ലാ എന്നുള്ളത് ഇവിടെ നെഹിയുടെ ലാമല്ല, നെഹിയുടെ ലാമാണ് ജസ്മ് ചെയ്യുക. ചെയ്യരുത്, നീ പോകരുത്, അങ്ങനെയുള്ള നെഫിയുടെ ലാം എന്നാ പറയാ. ഇത് നെഫിയുടെ ലാമാണ്. ഹും ലാ, അവർ പോകുന്നില്ല, കൽപ്പനയല്ല, നെഹിയല്ല, വിരോധമല്ല, നിഷേധമാണ്. ആ ലാമാണിത്. അപ്പൊ ഇവിടെ ജസ്മ് ചെയ്യില്ല. നമ്മൾ ജസ്മ് ചെയ്യുന്ന എല്ലാം ലമ്മ ലാമുൽ അമ്ര ലാലു നെഹി എന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ ആ നെഹിയാന്ന് വിചാരിച്ചാണ് പല ആളുകളും യദ്ഹബൂന്ന് എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ചിന്തിച്ച് എഴുതണേന്ന്. യദ്ഹബൂന എന്നുള്ളതാണ് ശരിയായത്. കാരണം അത് നെഫിയുടെ ലാമാണ്. നെഫിയുടെ ലാമ് ജസ്മ് ചെയ്യില്ല. അപ്പൊ ജസ്മ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ എന്താണ്? റഫിന്റെ സ്ഥാനത്താണ്. റഫ് എങ്ങനെയാണ്? നൂന് കൊണ്ട് റഫ് ആണ്, നൂന് വേണം. ഓക്കെ, ഈ രണ്ട് ലാം എങ്ങനെ മനസ്സിലാവുക? അർത്ഥം വെക്കണം. അർത്ഥത്തിലെ മനസ്സിലായ. നെഹി എന്ന് പറയുമ്പോ വിരോധമായിരിക്കും, ചെയ്യരുത്. ഹും അവർ, ലാ യദ്ഹബു, അവർ ചെയ്യരുത് നല്ലല്ലോ, അല്ലെ അവർ പോകരുത് നല്ലല്ലോ, അവർ പോകുന്നില്ല. ലാ തജ്ലിസ്, നെഹീന്റെ ലായാണെങ്കിൽ തായല്ലേ വരിക, ലാ തദ്ഹബ് എന്നല്ല പറയുള്ളൂ. അതാണ് സാധാരണ. ഇനി ലാ യദ്ഹബ് എന്ന് പറഞ്ഞാലും തെറ്റല്ല, അങ്ങനെയും പ്രയോഗമൊക്കെ ഉണ്ട് അറബിയിൽ. പറയാൻ പാടില്ല എന്നില്ല സാധാരണ ഇതിൽ അങ്ങനെ. കാരണം ഒരു കൽപ്പന ഒരാളോടല്ലേ പറയാം, മറ്റു ദൂരമുള്ള ഒരാളോട് കൽപ്പിക്കൂലല്ലോ. പക്ഷെ ലാ യദ്ഹബ് എന്ന് പറഞ്ഞാലും അറബി ഭാഷയിൽ തെറ്റൊന്നുമല്ല, അവൻ പോകരുത് എന്ന് പറഞ്ഞാലും. ഓക്കെ, മൂന്ന്. മ്യൂട്ട് ചെയ്യണേ. ആരാ? സീനത്ത്. ആരാണ്? ഓക്കെ, വെരി ഗുഡ്. യക്തുബു എന്നുള്ളതാണ് ശരിയായത്. അത്തുല്ലാബു ലം യക്തുബു. അവിടെ അലിഫ് ഇട്ട് എഴുതേണ്ടതാണ്, അലിഫ് ഇട്ടു ഏതാ. അത്തുല്ലാബു ലം യക്തുബു എന്നാണ് പറയുക. ലം യക്തുബു അദ്ദർസ. കാരണം ലമ്മ് വന്നു, ലമ്മ് വരുമ്പോൾ ജസ്മ് വരണം, ജസ്മിന് നൂനെ കളയണം എന്നാണ് പഠിച്ചത്. ആ രൂപത്തിലാണ് പറയുക. അപ്പൊ ഫത്തഹ് എന്തിനാ അവിടെ? ഫത്തഹ് ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ. അല്ല, എന്തോ വിട്ടുപോയതാന്ന് പറഞ്ഞില്ലേ സാറ്? അത് അലിഫ് എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞത്. അലിഫ് യക്തുബു എഴുത്തിലൊരു അലിഫ് ഉണ്ടാവാറുണ്ട്. അതെ, അപ്പോ ഇത് നൂനെ മാത്രല്ലേ കളയുന്നത്? അപ്പോ വേണോ സാർ? അതെ, നൂനെ കളഞ്ഞു, വാവ് അവിടെ ഉണ്ടാവും. യക്തുബു. ഓക്കെ. എഴുത്തിന്റെ ഒരു നിയമമുണ്ട്, അലിഫ് കൊടുത്ത് എഴുതണം എന്നുള്ള. യക്തുബു എന്ന് വാവിന് ശേഷം അലിഫും കൂടി ഇടണം എന്നുള്ള. അത് പറഞ്ഞു തന്നെ. പറയൂ. ലാമു നഫിയും ലാമു നഹീന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് പറയോ? അതായത് നെഫി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളോട് കൽപ്പിക്കുകയാണ്. എന്താ നെഹി? നെഹി എന്ന് പറഞ്ഞാൽ വിരോധിക്കുകയാണ്, ചെയ്യരുത്, കൽപ്പനയാണ്. നീ അത് ചെയ്യരുത്, നീ ഇരിക്ക്, ലാ തജ്ലിസ്, ലാ തക്തുബ്, ലാ തദ്ഹബ് എന്ന് പറയുന്നതിനാണ് നെഹി എന്ന് പറയാം. എന്നാൽ നെഫിയുടെ ലാം എന്ന് പറഞ്ഞാൽ ലാ യദ്ഹബു, പോകുന്നില്ല. നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ ലാം ഉപയോഗിക്കൂലേ? ലാ യദ്രിബു, ലാ യദ്രിബു മുഹമ്മദ്, മുഹമ്മദ് അടിക്കുന്നില്ല. അത് ചെയ്യുന്നില്ല എന്ന് പറയാണ്. പ്രസന്റ് ടെൻസിനെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലെ ചെയ്യുകയില്ല, ഫ്യൂച്ചറിനെ ഒക്കെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലം യദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിട്ടില്ല എന്നാണ്. എന്നാൽ ലാ യദ്ഹബു എന്ന് പറഞ്ഞാലോ പോകുന്നില്ല, അല്ലെ പോകുകയില്ല എന്നാണ്. ആ ലാമിനാണ് നെഫിയുടെ ലാം എന്ന് പറയാം. അത് ജസ്മു ചെയ്യൂല. സാറേ, ഒരു സംശയം ഉണ്ടായിരുന്നു. ആ ഫത്തഹ് ഇട്ടിട്ടും ഇടാതെയും ചില എഴുത്തുകൾ ഉണ്ടോ? ഫത്തഹ് എന്ന് പറയല്ല മോളെ, അലിഫ്. എന്താ പിന്നെ അങ്ങനെ പറയുന്നത്? അലിഫ് ഇട്ടെന്നാ പറയുന്നത്. അലിഫ്. ആ, അതെ, അലിഫ്. അത് ഇത് ഗ്രാമറിന്റെ നിയമമാണ്. ഞാൻ പറയുന്നത് ഇല്ല, അലിഫ് ഇട്ടേ എഴുതാൻ പറ്റുന്ന എഴുത്തിന്. ജമ്മിന്റെ വാവിന്റെ കൂടെ അലിഫ് ഇട്ട് എഴുതൽ നിർബന്ധമാണ്. ഫഅലൂന്ന് എഴുതിയാൽ അലിഫ് ഇട്ട് എഴുതണം. ഉക്തുബൂ എന്ന് എഴുതിയാൽ അലിഫ് ഇട്ട് എഴുതണം. യക്തുബൂ എന്ന് എഴുതിയാൽ അലിഫ് ഇട്ട് എഴുതണം. എഴുത്തിന്റെ നിയമമാണ്. അത് ഗ്രാമറുമായിട്ട് ജസ്മിന്റെയോ നെസ്ബിന്റെയോ ബന്ധപ്പെട്ട കാര്യമല്ല, എഴുത്തിന്റെ നിയമമാണ്. എഴുത്തിൽ അങ്ങനെ അലിഫ് ഇട്ട് എഴുതാൻ പറ്റും. ജമ്മിന്റെ വാവിന് ശേഷം ഫിയലിന്റെ കൂടെ എന്ന നിയമമുണ്ട്. അതിന് ഫാരിക്കയുടെ അലിഫുൽ ഫാരിക്ക എന്നൊക്കെ പേരുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. അത് ഫിഅലിന് മാത്രല്ലേ വേണ്ടു, ഇസ്മിന് വേണ്ടല്ലോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഫീൽ എന്ന് പറഞ്ഞല്ലോ, പ്രത്യേകം പറഞ്ഞല്ലോ. മാലി, മുലാരി, അമ്ര, ആ ഫീലിന്റെ കൂടെ മൂന്നിലും വരണം, ഇസ്മിലില്ല.
ഖുർആനിൽ വന്ന 1-2 ഉദാഹരണങ്ങൾ പറയാം. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, അവിടെ കണ്ട അലിഫ് കണ്ടോ? ആ അലിഫ ഞാൻ പറഞ്ഞത്. അൻ തദ്ഖുലൂനൽ ജന്ന എന്ന കറക്റ്റ് ഉണ്ടാവുക. അൻ തദ്ഖുലൂന എന്ന് പറയുമ്പം അന്ന് വന്നാൽ നെസ്ബ് കിട്ടണം. നെസ്ബ് നൂനെ കളയൽ കൊണ്ടാണ്. അപ്പൊ അൻ തദ്ഖുലു എന്നായി. പിന്നെ എഴുത്തിൽ ആ അലിഫ് ഇട്ടുകൊണ്ട് എഴുതി. ഖുർആനിലൊക്കെ നോക്കി അലിഫ് കാണാം. അങ്ങനെ അലിഫ് ഇടണം എന്ന് നിയമമുണ്ട്. പോട്ടെ, നമ്മളെ ചർച്ച അതല്ല. അലിഫ് ഇട്ടാലും എഴുത്തിലാണത്. നൂൻ അവിടെ കളഞ്ഞു. എന്തുകൊണ്ട്? നെസ്ബ് നൂന് കൊണ്ടാണ്. അത് അഫ്ആൽ ഖംസയായതുകൊണ്ട്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. യുഅ്മിനൂന എന്നത് നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അത് മർഫു ആണ്. റഫ് എങ്ങനെ? സുബൂത്ത് നൂന് കൊണ്ട്. കാരണം അഫ്ആൽ ഖംസയിൽപ്പെട്ടതാണ്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ. നിങ്ങൾ ഹക്കും ബാത്തിലൂടെ കൂട്ടിക്കുഴയ്ക്കരുത്, രണ്ടും കൂടി മിക്സ് ആക്കരുത്. അത് ആ തൽബിസു ഇത് നഹിയുടെ ലാമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കൽപ്പനയാണ്. തൽബിസൂനുണ്ടാവും. നൂനെ കളഞ്ഞു ജസ്മിന് വേണ്ടി. ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളി. കണ്ടോ? യുരീദാനി അൻ യുഖ്രിജാകും. യുരീദാനി എന്നത് ഫിഅ്ൽ മുദാരിയാണ്. അതിന്റെ മുമ്പ് നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വന്നിട്ടില്ല. അപ്പൊ അത് മർഫുവായി നൂന് കൊണ്ട്. എന്നാൽ തൊട്ടടുത്ത് തന്നെ അൻ യുഖ്രിജാനി എന്ന് പറഞ്ഞില്ല, അന്ന് വന്നു. യുഖ്രിജാനി എന്നതിന് നൂനെ കളഞ്ഞു. എന്തുകൊണ്ട്? യുഖ്രിജാന്റെ അന്ന് വന്നപ്പോ നെസ്ബ് കിട്ടണം. നൂനെ കളയൽ കൊണ്ട് നെസ്ബാണ്. അങ്ങനെ റഫ് നൂന് കൊണ്ടും നൂനെ കളയൽ കൊണ്ട് നെസ്ബും ജസ്മും എന്നുള്ളതാണ് മുദാരിയായ അഫ്ആൽ ഖംസയുടെ ഇഅ്റാബ്. ഈ 6 എണ്ണമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 7 എണ്ണത്തിൽ മംനൂ മിന സർഫ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാനുള്ളത് കൊണ്ട് അതും പിന്നെ അതതിന്റെ കുറച്ച് നിയമങ്ങളും അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പൊ 6 എണ്ണം ഒന്നുകൂടി ഓർക്കുക. അസ്മാഉൽ ഖംസക്ക് ഇഅ്റാബ്, അസ്മാഉൽ ഖംസ അബ്, അഹ്, ഹം, ഫൂദു എന്നിവയാണ്. അതിന് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ. പിന്നെ അതിന്റെ ഷർത്ത് ഓർക്കുക. രണ്ടാമത്തെ തസ്നിയാണ്. തസ്നിയക്ക് ഇഅ്റാബ് അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജർ. മൂന്നാമത്തെ ജം മുദക്കർ സാലിമാണ്. അതിന് വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജർ. നാലാമത്തത് ജമ്മു മുഅന്നസ് സാലിമാണ്. ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബും ജറും. അഞ്ചാമത്തത് മുഅത്തല്ലായ മുദാരിയായ ഫിഅലാണ്. അതിൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്, ഇല്ലത്തിന്റെ അക്ഷരത്തിന്റെ കളിയൽ കൊണ്ട് ജസ്മ്. അലിഫുള്ളതാണെങ്കിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടും യാഓ വാവോ ഉള്ളതാണെങ്കിൽ ലാഹിറായ ഫതഹത്ത് കൊണ്ടും നസ്ബ്. ആറാമത് നമ്മൾ പറഞ്ഞത് ജമ്മു അഫ്ആൽ ഖംസയാണ്. അഫ്ആൽ ഖംസക്ക് നൂന് കൊണ്ട് റഫ്, നൂനെ കളയൽ കൊണ്ട് നസ്ബ്, ജസ്മ് എന്നുള്ളതാണ് ഇഅ്റാബ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മ്യൂട്ട് ചെയ്യണം. പറയാം, അവസരം തരാം. അപ്പൊ ആരോന്നുണ്ടല്ലോ? കാരണം അതൊരു പറയുന്നതിനിടയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ മ്യൂട്ട് ചെയ്യാൻ. അപ്പൊ അത് 6 എണ്ണത്തിന്റെ ഫർഇയായ ഇഅ്റാബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 7 എണ്ണത്തിൽ 6 എണ്ണം പഠിച്ചു. ഇനി അടുത്തത് മംനൂ മിന സർഫും കൂടി പഠിക്കാനുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇഅ്റാബ് പിന്നെ ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബും ജറും. റഫിന്റെ സമയത്ത് ലമ്മത്തായിരിക്കും, നസ്ബിന്റെയും ജറിന്റെയും സമയത്ത് കെസർ കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇന്നൽ മുഅ്മിനാത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ഇന്നൽ മുഅ്മിനാത്തി അവിടെ ഇന്നയുടെ ഇസ്മായിൽ നസ്ബ് കിട്ടിയത് കസ്റത്ത് കൊണ്ടാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉള്ളവര് വോയിസ് ഓൺ ആക്കി ചോദിക്കുക. മെസ്സേജ് ഞാൻ നോക്കിക്കൊള്ളുന്നില്ല. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അർത്ഥം നോക്കണം മോളെ, എങ്കിലേ അത് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയൂ. ചെയ്യരുത് എന്ന കൽപ്പനാ രൂപത്തിലാണെങ്കിൽ നെഹിയാണ്, പിന്നെ അല്ലെങ്കിൽ അത് നെഫിയുമാണ്. പിന്നെ ഇഅ്റാബ് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ ലാ തക്തുബു എന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ നൂന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നെഹിയാണ്, കൽപ്പനയാണ്. ലാ യദ്ഹബു അവിടെ ദമ്മിട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ എന്താണ്? നെഫിയാണ്. പിന്നെ കുറെയൊക്കെ അർത്ഥം നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, മറ്റേ ഡൗട്ടിന്റെ ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ജമ്മു തക്സീർ നമ്മളിപ്പോ പറഞ്ഞു പോയ നിയമങ്ങള് ഫുറൂഇയായ ഇഅ്റാബ് പറയാണല്ലോ. അതുകൊണ്ടാണ് ജമ്മു തക്സീറിലേക്ക് വരാത്തത്. ജമ്മു തക്സീർ എന്ന് പറയുന്നത് മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റം വരുന്നതാണ്. അത് പല രൂപത്തിലും ഇങ്ങനെ വരൂ എന്ന നിയമമില്ല, പല രൂപത്തിലും വരാം. അപ്പൊ സഫീനത്തിന്റെ ജമ്മു സുഫുൻ എന്നാണ്, അവിടെ യാതിനെ കളഞ്ഞു. കിതാബിന്റെ ജമ്മു കുത്തുബ് എന്നാണ്, അവിടെ അലിഫിനെ കളഞ്ഞു. അല്ലെങ്കിൽ ഹദീഖത്തിന് ഹദായിക് എന്നാണ്, അവിടെ അലിഫ് ചേർന്നു. ഇങ്ങനെ പല റിജാലാണ്. അങ്ങനെ പല രൂപത്തിലും ജമ്മു തക്സീർ വരാം. പിന്നെ ചില
രൂപത്തിലെന്ന് വസിന് കുറെയൊക്കെ പറയും. അത് തന്നെ ജമ്മുൽ കില്ലത്തും ജമ്മുൽ കെസ്റത്തും ഉണ്ട്. 10 കുറവാണെങ്കിൽ 10 വരെ ഉള്ളതിന് പറയുന്നത് ജമ്മുൽ കില്ലത്തും, 10 കൂടുതലാണെങ്കിൽ പറയുന്നത് ജമ്മുൽ കെസ്റത്തും. അങ്ങനെയൊക്കെ പറയാനുണ്ട്. അത് ഫുറൂഇയായ ഇറാവുമായിട്ട് ബന്ധമില്ല. കാരണം അത് സാധാരണ പോലെയാണ് ഏറാബ്. എന്നാൽ ജമ്മു മുദക്കർ സാലിമിനും മുഅന്നസ് സാലിമിനും ഏറാബിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഗണത്തിൽ അത് പെടുത്തിയത്. സാറേ അസ്മാഉൽ ഖംസയില് നമ്മളെ സാധാ നിയമങ്ങളല്ലാണ്ടൊന്ന് പറഞ്ഞില്ലേ, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞേ, അതൊന്നും പറഞ്ഞുതരോ? മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരൽ ഷർത്താണ് എന്ന് അതായിരിക്കും പറഞ്ഞത്. മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരണം. അബുൻ എന്ന് വന്നാൽ അവിടെ ജാ അബുൻ എന്നാണ് പറയുക. അതിന് സാധാരണ പോലെ തന്നെ ഇറാബ്. അബി എന്ന് പറഞ്ഞാൽ ജാ അബി, അവിടെയും മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ടാണ് ഇറാബ്. അബൂക്ക, അബൂഹു, മുത്തക്കല്ലിമിന്റെ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പദത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ട അസ്മാഉൽ ഖംസക്ക് വാവ് കൊണ്ട് റഫ്അ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ചെറിയ എന്ന ഇറാബുള്ളൂ. അപ്പൊ അബൂക്ക എന്നുള്ളത് പിന്നെ അപ്പം നെസ്ബാക്കുമ്പോ നമ്മള് അബീക്കാന്നല്ലേ പറയാ? അല്ല സോറി അബാക്ക. അതുപോലെ ബാക്കിയുള്ളതും. സാർ എന്തെടുത്ത ടോപ്പിക് വെച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ആദ്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുന്നത്, അത് ശേഷം ടെസ്റ്റ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ലിയർ ആക്കി പഠിച്ചിട്ടൊന്നുകൂടി അറിയാലേ? അതെ അതെ, ഇത് മുനാദ മുലാഫാകുമ്പോ മൻസൂബാണല്ലോ. അബ എന്നത് മൻസൂബും ബിൽ അലിഫാണ്. അബൂബക്കർ, അബാബക്കർ, അബീബക്കർ. അബീബക്കർ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബാണ്. അബീ അട മുലാഫിൻ എന്താ പറയാ ജറായതുകൊണ്ടാ. യദാ മുലാഫിന്റെ യാ കൊണ്ട് ജറാണ്. എങ്ങനെ? ഓക്കെ ആണോ? ഞാൻ ഏറാബുകൾ ഇനി നിങ്ങൾക്ക് റെക്കോർഡിൽ കേട്ട് മനസ്സിലാക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇപ്പൊ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ എങ്ങനെ ഉണ്ടല്ലോ, അല്ലെ മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ, അല്ലെ ഈ പറഞ്ഞതിൽ എന്താണ് അവിടെ വരുന്ന നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെ ചോദിച്ചോളൂ. അല്ലെ ഏറാബിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലാതെ ഇനി ഏറാബ് പറയാൻ പറയുന്നതിൽ കാര്യമില്ല. കാരണം അത് നിങ്ങൾ ഇനിയും വീണ്ടും വീണ്ടും എഴുതി വെച്ച് മനസ്സിലാക്കി പഠിക്കാനേ പറ്റൂ. അത് അപ്പോ സാറേ ഒന്നോ ഇത് ജമ്മുകളിൽ ഇപ്പം മുസ്ലിമൂനാന്ന് എഴുതുമ്പോ മുസ്ലിമു ചിലപ്പോ അത് കളഞ്ഞു വരൂലേ? ഇപ്പൊ ഈ മുസ്ലിമൂന്ന് എഴുതുമ്പോ അവിടെ വാവ് ഇത് അലിഫ് എഴുതൂലല്ലോ, ഇസ്മുകളിൽ അലിഫ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിയലിലേ എഴുതൂ, അവിടെ എഴുതൂല. ഡൗട്ട് ക്ലിയർ ആക്കിയതാ, അന്ന് എനിക്ക് തെറ്റിയിരുന്നു. ആരോ ഒന്ന് ചോദിച്ചിരുന്നു എഴുതുവാന്ന്, എഴുതൂല. ഫിയലിന്റെ കൂടെ മാത്രമേ എഴുതൂ. ജമ്മു മുദക്കർ സാലിമാണ്. അപ്പോ റസ്ല ടീച്ചറെ ഞങ്ങള് ലൈവിലുണ്ടോ? റസ്ല ടീച്ചർ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പോ 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ഗ്രാമറിന്റെ ഓൾമോസ്റ്റ് പോർഷൻസുകൾ, അത് 1.5 മണിക്കൂറല്ല, 5 മണിക്കൂറല്ല, 10 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു മഹാസാഗരാണ്. നമ്മളെപ്പോ പഠിച്ചു കഴിഞ്ഞാലും കൂടുതൽ പഠിക്കാൻ തന്നെ ഇനിയും പഠിക്കാനുണ്ട് എന്ന് തോന്നിപ്പോകുന്ന. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട്, നമ്മള് ചില ഒരു പറയണ ഇന്നല്ലാഹ കഫ എന്ന് പറയാറുണ്ടല്ലോ, അല്ലാഹ് മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ പഠിച്ച സാധനം അത് മതി എന്ന തൽക്കാലത്തേക്കെങ്കിലും, അതായത് കേട്ടത്തെ എക്സാമിന് വേണ്ടിട്ടെങ്കിലും തൽക്കാലത്തേക്കൊരു വിശ്വാസം ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോ വളരെ മനോഹരമായി കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് സാറ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് വേണ്ടി അൽ-മുർഷിദ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിനും ബ്രൈറ്റ് അക്കാഡമിക്ക് വേണ്ടി സാറ് നൽകി. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് ഈ സെഷൻ
ഹാൻഡിൽ ചെയ്ത ഹാരിസ് അഷരി സാറിനും ബ്രൈറ്റ് അക്കാഡമിയുടെയും അൽമുർഷിദിന്റെയും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയ വിജയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.